ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതാണ് ഗൈസ്, നോക്കൂ, നമ്മൾ ഇന്ന് കാണാൻ വേണ്ടി പോകുന്ന സ്ഥലം, അതായത് കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ഞങ്ങൾ വീഡിയോ പറഞ്ഞ സ്ഥലം. ഗൈസ് നോക്കൂ, സുമേല ആശ്രമം, അതായത് സുമേല മൊണാസ്ട്രി. ഗൈസ് നോക്കൂ, ഒരു ഈജിപ്ഷ്യൻ ഓർത്തഡോക്സ് മൊണാസ്ട്രി ആണെന്നുള്ളതാണ് ഞങ്ങളുടെ വിശ്വാസം. ഇന്നലെ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ അങ്ങനെയാണ് കണ്ടത്. അല്ലെങ്കിൽ ഒരു എത്യോപ്യൻ, സോറി ഗൈസ്, ഈജിപ്ഷ്യൻ അല്ല, എത്യോപ്യൻ മൊണാസ്ട്രി അങ്ങനെയാണെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ഞാൻ നിങ്ങൾക്ക് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഗൂഗിൾ ചെയ്ത് സാധാരണ ഞങ്ങൾ മറ്റാൾക്കാർ പോയ സ്ഥലത്ത് ഞങ്ങൾ പോകാറുള്ളൂ. കാരണം അവിടെയാകുമ്പോൾ നമുക്ക് അവരുടെ വീഡിയോ കണ്ടെങ്കിൽ സംഭവം മനസ്സിലാക്കി എടുക്കാൻ പറ്റും, പ്രത്യേകിച്ച് മലയാളം ബ്ലോഗുകൾ. പക്ഷെ ഞങ്ങൾ ഇവിടെ നോക്കാൻ നേരത്ത് അങ്ങനെ ഇംഗ്ലീഷുകാരില്ല, ഇംഗ്ലീഷുകാരുണ്ട്, പിന്നെ CNN ഒക്കെ ചെയ്തിട്ടുണ്ട്. അതായത് ഇവിടെയാണെങ്കിൽ മലയാളികൾ വന്നിട്ടില്ല, ഇതിനെക്കുറിച്ച് കൂടുതൽ അവർ പറഞ്ഞായിട്ട് ഞങ്ങൾക്ക് അറിവില്ല. അപ്പം ഞങ്ങൾ മലയാളത്തിൽ ഇതിനെക്കുറിച്ച് കുറേ നോക്കി, പിന്നെ വിക്കിപീഡിയയിൽ ഞങ്ങൾ കുറേ സെർച്ച് ചെയ്ത് അങ്ങനെയൊക്കെ ഞങ്ങൾ നോക്കി. പക്ഷേ അത് കറക്റ്റ് നമ്മൾ പ്രൊനൗൺസിയേഷൻ ചെയ്തില്ലെങ്കിൽ വടി കൊടുത്ത് അടിമേടിക്കുന്നതിന് തുല്യമായി മാറും. ട്രാൻസ്ലേറ്റർ ഇടാൻ നേരത്തെ ചില വാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ ചാൻസ് ഉണ്ട്. അത് നോക്കി നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പണി കിട്ടും. ഗൈസ് നോക്കൂ, അപ്പം നമ്മൾ ഒരു എത്യോപ്യൻ ആണെന്നുള്ളതാണ് ഇന്നലെ വിക്കിപീഡിയ ഇട്ടപ്പം കണ്ടത്. ആ സ്ഥലം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ആ സുമേല മൊണാസ്ട്രി. അപ്പം നമ്മൾ നേരെ അങ്ങോട്ട് പോവാണ്. ഗൈസ് നോക്കും, അതിന് നമ്മൾ അതായത് നമ്മൾ വന്ന ടൗൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഏറ്റവും വലിയൊരു ടൗൺ ആണ്. ആ ടൗണിൽ നിന്ന് ഞങ്ങൾ വാഹനം ഓടിച്ച് ഇവിടെ എത്തി. ഇവിടെ ഒരു പാർക്കിംഗ് ആണ്. താഴെ ഞങ്ങളോട് എന്തൊക്കെയോ ചോദിച്ചു, ഞങ്ങൾ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ പൊക്കോളം. ഞാനവിടുത്തെ ടിക്കറ്റ് നമുക്ക് ഫ്രീ ആയിരുന്നു, പക്ഷെ മേളിൽ നോക്കാൻ അവിടെ കാർഡുള്ള സ്ഥലമുണ്ട് അല്ലേ. ഗൈസ് നോക്കൂ, ഫൈനലി ഞങ്ങൾ നേരെ ഫ്രണ്ടിലേക്ക് പോകണം. ഇവിടം വരെ വണ്ടിയുള്ളൂ. അതിനുശേഷം നമ്മൾ ഇവിടെ പബ്ലിക് ട്രാൻസ്പോർട്ട് ഉപയോഗിച്ചാണ് പോകാൻ വേണ്ടി. വണ്ടി തുറന്ന് സ്പ്രേ അടിച്ചു, ആൾക്കാർ കൊടുത്തിരിക്കുന്ന നമ്മൾ മിന്നട്ടെ. എല്ലാം എടുത്തോ, സൂപ്പർ ആയിക്കോട്ടെ. അപ്പം സാധനങ്ങൾ എടുക്കാൻ വേണ്ടി പോവാണ്. ഇവിടെയും ഏറ്റവും കൂടുതൽ അറബ്സാണ്. ഈ വണ്ടിയൊക്കെ റെന്റിനെടുത്ത അറബ്സാണ് വണ്ടികൾ ഓടിക്കുന്ന മൊത്തം. ഇവിടെയും അങ്ങനെയൊക്കെ തന്നെയാണ് കാര്യങ്ങൾ. ലിബി എന്തായാലും വണ്ടിയിൽ സ്പ്രേ എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. ആ സ്പ്രേ കീച്ചതിന് ശേഷം നമുക്ക് നേരെ ഫ്രണ്ടിലേക്ക് പോവാം. അപ്രോക്സിമേറ്റ് എനിക്ക് തോന്നുന്നൊരു 1-2-3 കിലോമീറ്റർ ഉണ്ട്. ടിക്കറ്റ് ഒക്കെ എടുക്കണം കേട്ടോ. എല്ലാം ചെയ്തു. വണ്ടിയുടെ കീ അയ്യോ പണി വാളിയാണ് കേട്ടോ. വണ്ടിയുടെ കീ ഓഫ് ആക്കാൻ മറന്നു വേടാ ഞാൻ. അപ്പൊ ശരി, എടുത്തോ കിട്ടിയോ? ലിബി സ്പ്രേ എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. അടിച്ചിട്ട് പോകട്ടോ. അടുത്തിരിക്കുന്നവരൊക്കെ നല്ല സെറ്റപ്പ് ആയിട്ട് അങ്ങോട്ട് സെറ്റ് ആട്ടെ. അടി ഇത് ഏത് കമ്പനിയാണോ തേങ്ങ മാങ്ങയെന്ന് അറിയത്തില്ല. ഇത് അലക്സിയേട്ടൻ അവിടെ നിന്ന് പോയപ്പോൾ തന്ന അത് കണ്ടോ. ഇതെന്നാ ഇത് ആരോ പുള്ളിക്ക് കൊടുത്താന്ന് പറഞ്ഞത്. അപ്പം പുള്ളിക്കാരൻ എന്ത് ചെയ്തു, അത് ഞങ്ങൾക്ക് തന്നു. ഞങ്ങൾ എന്ത് ചെയ്യുന്നു, ഇതേപോലെയുള്ള കേട്ടോ. നമുക്ക് സാധനം റെഡിയായി. ഞങ്ങൾ നല്ലൊരു വീഡിയോ എടുക്കട്ടെ കേട്ടോ. ഡ്രോൺ പറത്തണം. ഈ ഒരു ബാഗ് തൂക്കിയിട്ടുണ്ട്. അത് പാസ്പോർട്ട് സംഭവങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ ലിബി എടുത്ത ഡ്രോണും അതുപോലുള്ള സാധനങ്ങൾ. ഇനി പോയി തിരിച്ചു വരാൻ പറ്റില്ല കേട്ടോ. ഫോണിൽ ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ഇവിടുത്തെ പോലീസ് പിടിച്ചു കേട്ടോ. ഞങ്ങൾക്ക് ആ സമയത്ത് വീഡിയോ എടുക്കാൻ പറ്റില്ല, കാരണം ഞങ്ങൾ ഇങ്ങോട്ട് വരുന്ന വഴിയായിരുന്നു. ഞങ്ങൾ പ്രിപ്പയർ അല്ലായിരുന്നു. അപ്പം ഞങ്ങൾ പിടിച്ചു. വമ്പൻ സെറ്റപ്പ് ആയിരുന്നു. ഒരു 8 പോലീസുകാരുണ്ടായിരുന്നു. നല്ല ആൾക്കാരായിരുന്നു. ഹിന്ദുസ്ഥാൻ ഞങ്ങളെല്ലാം കൊടുത്തു. ലൈസൻസ് കൊടുത്തു, എല്ലാ സാധനം കൊടുത്തു. IDP കാണിച്ചു, ഞങ്ങളുടെ പാസ്പോർട്ട് കാണിച്ചു. അവർ ആദ്യം പാസ്പോർട്ട് ചോദിച്ചു, വിസ നോക്കി. അതിന് ശേഷം ഡ്രൈവിംഗ് ലൈസൻസ് തരാൻ പറഞ്ഞു. ഡ്രൈവിംഗ് ലൈസൻസ് കൊടുത്തു. IDP. അപ്പൊ എല്ലാം ഓക്കെ ആയിരുന്നു. വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. താഴെ അതെ വണ്ടി ലോക്കല്ലേ. ഗൈസ് നോക്കൂ. അപ്പൊ ഫൈനലി ഞങ്ങൾ നേരെ ഫ്രണ്ടിലേക്ക് പോവാണ്. ഈ കാണുന്ന വീണ്ടും പോയോ, വലിയ തിരക്കില്ലല്ലേടാ ഇവനെ. അല്ലെ ഇത് മൊത്തം ആള് കയറിയാൽ നമ്മളെ വണ്ടി കൊണ്ടുപോകുള്ളൂ. ഗൈസ് ഞങ്ങൾ നേരെ ബസ്സിന്റെ അടുത്തോട്ട് പോട്ടെ. അവിടെ ഒരു ബസ് ഉണ്ട്. ബസ് എന്ന് വെച്ചാൽ ഇവിടുത്തെ നമ്മുടെ നാട്ടിലെ വാനില്ലേ, അതിനാണ് ഇവിടെ ബസ് എന്ന് പറയാം കേട്ടോ. അപ്പൊ ബസ്സിന്റെ അടുത്ത് പോയിട്ട് നമുക്ക് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ സുഹൃത്തെ. ഇവരുടെ മെയിൻ വേട്ടമൃഗം അറബികളാട്ടോ, അതെനിക്ക് ഉറപ്പായി. ടാക്സിക്കാരൊക്കെ ഏറ്റവും കൂടുതൽ ഇത് ഇവര് തന്നെ കേട്ടോ. ഇവർ ടാക്സി ഏറ്റവും കുറച്ച് ഇവരെടുക്കും. ഇവർ റെന്റിന് തന്നെ. ഇവിടെയൊക്കെ ഡെവലപ്മെന്റ് വന്നു കൊടുക്കുന്നുണ്ട്. WC ഒക്കെ പണിയുന്നുള്ളൂ കേട്ടോ. അത് ഈ ജോർജിയ, പിന്നെ ഈ കസാക്കിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ, ഇവിടെയൊക്കെ ടൂറിസ്റ്റ് ഇപ്പോഴാണ്. ഇപ്പോഴല്ല, ഒരു 2-3-4 വർഷമായതുള്ളൂ. മോസ്റ്റ് ഓഫ് പീപ്പിൾ വാച്ച് ചെയ്യാൻ തുടങ്ങിയിട്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എനിക്ക് കറക്റ്റ് അറിയത്തില്ല. ഇതുണ്ട്, ഇതിലാണ് എൻട്രി. ടിക്കറ്റ് ഒക്കെ എടുത്ത് പോകണം. ഇതെങ്ങനെയാ ഇത്? വിദേശി നമുക്ക് 45, ഇവർക്ക് 120. പിന്നെ ഇതാ ലിറ. വിദേശിക്ക് കുറവാ, വിദേശികൾക്ക് കൂടുതലാണ്. ഇത് എങ്ങനെ എടുക്കുന്നതെന്നൊന്നും അറിയത്തില്ല. ബസ്സൊന്നും ഇല്ല കേട്ടോ. അത് തന്നെ ഇവിടുന്ന് എങ്ങനെയൊക്കെയാ. അത് തന്നെ എല്ലാവരും ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന കേട്ടോ. ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. കൈസ് കൗണ്ടറിൽ നിന്ന് 2 പേർക്കുള്ള ടിക്കറ്റ് എടുത്തു. ഇതാണ് ടിക്കറ്റ്. കൈ കാശുള്ളത് നന്നായിട്ടോ. ബഹറ അവിടെ ആൾക്കാർ നിൽക്കുന്ന പോലെ നമ്മൾ നിൽക്കണമെന്ന്. നടന്നു പോകാൻ പറ്റൂലല്ലോ. ഇവിടെ എവിടെയാണ് ഈ സംഭവം? ഇനി ഇവിടുന്ന് 1.5 കിലോമീറ്റർ മേലോട്ട് പോകണം. യെസ്, കുറെ പേര് നടന്നു പോകുന്നുണ്ട്. നമ്മളെ പോലെയുള്ള ആൾക്കാരും കാമുകന്മാർ, അവർക്ക് പ്രത്യേകിച്ച് സമയം പോകുന്ന അറിയാലേ, അങ്ങ് പോയാൽ മതി. അല്ല ഇവനെ, ഇത് ഏകദേശം 1.5 കിലോമീറ്റർ ഒരു കുന്നിന്റെ മേളിലാണ് ഈ മൊണാസ്ട്രി. ഇത് പണിന്നവരെ സമ്മതിക്കണം കേട്ടോ ഇവനെ. യെസ്, വർഷങ്ങൾക്ക് മുമ്പ് പണിത് കേട്ടോ. നമുക്ക് എന്തായാലും ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് ഈ സ്ഥലം കാണാൻ വേണ്ടി. എന്തായാലും നമുക്കും അടുത്ത വണ്ടി വരുന്നോടം വരെ വെയിറ്റ് ചെയ്യാം കേട്ടോ. വണ്ടി കയറ്റി കൊടുത്തില്ല. ഞാൻ വിചാരിച്ചു അങ്ങ് വരെ വണ്ടി കയറ്റി കൊടുക്കുന്ന എന്തോരം നാച്ചുറൽ ആയിട്ടുള്ള വെള്ളവും അതുപോലുള്ള സംവിധാനങ്ങളൊക്കെ എന്തോരാന്നറിയാവോ. എന്താ രസം, എന്ത് രസമെന്നറിയാവോ ഗൈസ്. എനിക്ക് തോന്നുന്നു ഇവിടുന്ന് അത്യാവശ്യം കുറച്ചും കൂടെ പോകാനുണ്ട്. നമുക്ക് എന്തായാലും അതിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇവിടെയാണ് ആ വണ്ടി വരേണ്ടത്. ഇവരെല്ലാം കൂടെ ഇതിൽ കയറുകൂടാ. ഇല്ല, 2 ട്രിപ്പിൽ കൂടെ കയറുള്ളൂ. നമുക്ക് നമുക്ക് നിന്ന ബെൻസിന്റെ സ്പ്ലെൻഡർ ആയിരിക്കും വണ്ടി. പിന്നെ ഇപ്പം കിട്ടും ഫോർഡിന്റെ മറ്റേ ടൂറിസ്റ്റർ. നീ നോക്കിക്കോ, ബെൻസിന്റെ സ്പ്ലെൻഡർ ആയിരിക്കും.
ഇതാണ് ഈ നാട്ടിലെ ബസ് കണ്ടല്ലോ, ഇത് ബസ്. നമ്മുടെ നാട്ടിലെ പിന്നെ ഇപ്പൊ ഇറങ്ങിയേക്കുന്ന അർബാനി പോലത്തെ ഒരു സാധനം. ഫോർഡിന്റെ ഒക്കെ കൂടെ ഇഷ്ടം പോലെ വണ്ടി ഉണ്ട് കേട്ടോ. പിന്നെ സ്പോർഡ് ഉണ്ട്, നമ്മള് മറ്റേ ഇത് കിയാടെ വരെ വണ്ടി ഉണ്ടല്ലോ ഇത് കൂട്ട്. ഫ്രണ്ട് സീറ്റ് നൈസായിട്ടിരിക്കാം, നമുക്ക് ഇവിടെ ഇരിക്കാം കേട്ടോ. ഗൈസ് ഫൈനലി ഞങ്ങളുടെ ലക്ഷ്യസ്ഥാനത്ത് കൊണ്ടുപോയിട്ടു. പുള്ളി ഭയങ്കര പാട്ടായിരുന്നു, അതുകൊണ്ട് വരുന്ന വഴിക്ക് ഞങ്ങൾക്ക് വീഡിയോ എടുക്കാൻ സാധിച്ചില്ല സുഹൃത്തുക്കളെ. വലിയ ആളും പേരൊന്നുമില്ല കേട്ടോ. എവനെ ഇത് സീസൺ സമയമൊക്കെ ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ല. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അതായത് മറ്റേ ഭൂട്ടാനിൽ ഒരു മൊണാസ്ട്രി ഇല്ലേ, ബുദ്ധിസ്റ്റ് മൊണാസ്ട്രി, ഏകദേശം അതേപോലുള്ള സ്ഥലമാണ്. ഇതിന്റെ ചായയോ പോക്കോണോ എന്തോ സാധനമൊക്കെ വിൽക്കുന്ന ആൾക്കാരാട്ടോ. വലിയ കച്ചവട സ്ഥാപനങ്ങളൊന്നുമില്ല. നമ്മൾ നേരെ വണ്ടി ഇറങ്ങി നേരെ ഫ്രണ്ടിലേക്ക് വന്നു. ഇവിടെ ഒരു മിറർ വെച്ചിട്ടുണ്ട്, അതിൽ നോക്കിയാൽ ലാറി പോകുമ്പോ നേരെ പോവാം. ലാറിയല്ലേ തെറി, ലാറി എന്നാടാ പറയുന്നത്. ലിറയല്ലേ? ഗൈസ് അങ്ങനെ എന്താ സംഭവം കേട്ടോ. മൊണാസ്ട്രിയിലേക്ക് നമ്മൾ നടന്നു പോവാണ്. 700 മീറ്റർ നടക്കണം നമ്മൾ ഇതിലെ. 700 അത് വേറെ അങ്ങോട്ടോ പോകാനുള്ള. അപ്പൊ ഇതെങ്ങോട്ടുള്ള വിദേശികൾ ഇങ്ങോട്ടാണല്ലോ പോകുന്നത്. ദൈവത്തിന് 1000 നന്ദി. ആദ്യമായിട്ട് കുറച്ച് വിദേശികളെ കണ്ടു. ഇത് ടു മൊണാസ്ട്രി. അപ്പൊ അതെങ്ങോട്ടുള്ളടാ? അതിന്റെ തന്നെ ഉള്ള. ഇവിടെ വേറെ എന്തോണ്ടാ എബിനെ? അതെന്താ ഗുഹ? നമുക്ക് ഇവിടെ പോയിട്ട് പോയത് 700 മീറ്റർ ഉള്ളൂ. നമുക്ക് ഇങ്ങോട്ട് ആദ്യം സഞ്ചരിക്കാം. ഈ ഗുഹ നമുക്ക് സന്ദർശിച്ചിട്ട് വരാം. യെസ് കം ഓൺ ഗൈസ്, നമുക്ക് നേരെ ഇങ്ങോട്ട് പോകട്ടെ. എന്താ ക്ലൈമറ്റ്, എന്താ ലുക്ക് നോക്കി. ഇന്നേ ഒരു ചൂടും തണുപ്പും ഈ ഒരു കാലാവസ്ഥയാണ്. അല്ല, ഈ ഒരു കാലാവസ്ഥയ്ക്ക് വേണ്ടി നമ്മൾ ഇത്ര ദിവസം വെയിറ്റ് ചെയ്തു. 2 ദിവസം വെയിറ്റ് ചെയ്തു ഒന്ന് വീഡിയോ തെളിയാൻ വേണ്ടി. യാഥാർത്ഥ്യമായ കാര്യം കേട്ടോ. ഞങ്ങൾ 2 ദിവസം വെയിറ്റ് ചെയ്തു ഈ ഒരു കാലാവസ്ഥയ്ക്ക് വേണ്ടി. താഴോട്ടും ആൾക്കാർ പോകുന്നുണ്ട്, മേലോട്ടും ആൾക്കാർ പോകുന്നുണ്ട്. ഏറ്റവും കൂടുതൽ താഴോട്ട് ആൾക്കാർ പോയിട്ടാണ് മേലോട്ട് പോകുന്നത്. നോക്കണം തെന്നാതെ മഞ്ഞ എല്ലായിടത്തും വേസ്റ്റ് വലിച്ചെറിഞ്ഞോണ്ടോ നശിപ്പിച്ചേട്ടാ. പല സ്ഥലങ്ങളും വേസ്റ്റ് ഇട്ട് നശിപ്പിച്ചേക്കുക. എനിക്ക് തോന്നുന്നു മഞ്ഞ ആയതുകൊണ്ട് പ്രോപ്പർ ക്ലീനിങ് സംഭവം നടക്കുന്നത്. എല്ലാ ടൂറിസ്റ്റ് പ്ലേസിലും അങ്ങനെ തന്നെയാണ്. അങ്ങനെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. നമുക്ക് നേരെ ഫ്രണ്ടിലേക്ക് പോവാം. അതായത് ഇതാണ് ഇത്, മനസ്സിലായോ നിങ്ങൾക്ക്? ഇതാണ് അത്. അതെ. അപ്പം ഞങ്ങൾ ആ ഇതിലേക്ക് സഞ്ചരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇവിടുന്ന് അപ്രോക്സിമേറ്റ് ഒരു ഇച്ചിരി ദൂരമുള്ളൂ. ഇത് എത്യോപ്യൻ മൊണാസ്ട്രീസ് ഇതാന്നുള്ളതാണ് എന്റെ വിശ്വാസം. അതേടാ മൊണാസ്ട്രിയുടെ ഭാഗങ്ങൾ തന്നെ കേട്ടോ. വന്നിട്ട് എങ്ങനെ മിഷണറിമാർ ഇതൊക്കെ പണിത് എനിക്കറിയത്തില്ല കേട്ടോ. ഈ കല്ല് ഇവിടെ എങ്ങനെ ഇവർ എത്തിച്ചു? അത് ഇതിന്റെ പൊട്ടിച്ചൊക്കെ എടുത്തായിരിക്കൂടാ. നമുക്ക് നേരെ ഇങ്ങനെ നടന്നു പോകട്ടോ. കാണേണ്ട സാധനം ഇതൊരു 200 കൊല്ലം പഴക്കമുള്ളതെന്ന് കൂട്ടിക്കോ. അപ്പൊ 200 കൊല്ലം മുന്നേ ഈ പാർക്കൊക്കെ എത്ര കട്ടി കാണും? അതായത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടെ നിന്നാണല്ലോ വെയിൽ ഇങ്ങോട്ട് പിടിക്കുക. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു വലിയ അത്ഭുതം കേട്ടോ. പക്ഷെ ഒരു വലിയ അബദ്ധം പറ്റി, ഇവിടെ ആരും വന്നില്ല. അങ്ങനെ ആരും വന്നിരുന്ന ഞങ്ങൾക്ക് ഉപകാരമായിരുന്നു. കാരണം വെച്ചാൽ ഞങ്ങൾക്ക് അതിൻ്റെ അകത്ത് ഒരു ഐഡിയ കിട്ടിയാണ് എന്താണ് സംഭവം എന്നുള്ളത്. പക്ഷെ ഇതിപ്പം ഒരു ഐഡിയ ഇല്ലാതായി. ഇതിന്റെ നോക്കിയിട്ട് അതല്ലടാ, ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു മൊണാസ്ട്രി സംഭവമാണ്. പറഞ്ഞ എന്തെങ്കിലും തെറ്റ് പറ്റി കഴിഞ്ഞാൽ പിന്നെ നല്ല രസമായിരിക്കും. വായിന്ന് പോയാൽ തിരിച്ചെടുക്കാൻ പറ്റൂല, അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ട വരും. അതെ 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 അതെ. ഇതൊരു ചാപ്പൽ പോലത്തെ എന്താ സംഭവം കൂട്ടിയിട്ടോട്ടോ. എനിക്ക് തോന്നുന്നത് ഇത് ഈ നമ്മള് സംഭവം ലിബി നിങ്ങൾ കണ്ടോണേ. ഇത് എന്തോ ഒരു കുരിശുപള്ളി പോലെ സംഭവം. ഇവിടെ നമ്മൾ കാണാൻ വേണ്ടി പോകേണ്ട സംഭവം ഇതേ ഈ കാണുന്ന ഈ ഒരു മൊണാസ്ട്രി ആട്ടോ. നിങ്ങൾ കറക്റ്റ് നോക്കി കേട്ടോ. ഇതുകൊണ്ടോ ഈ ഒരു സംഭവം കാണാൻ വേണ്ടിയാണ് നമ്മൾ പോകുന്നത്. എന്താ രസം, എന്താ ബ്യൂട്ടി. ലോകത്തിലെ ഇത് നിങ്ങൾക്ക് ഇങ്ങനെ കണ്ടാൽ മനസ്സിലാവൂല. ഞാൻ നിങ്ങളെ ഡ്രോൺ പറത്തി കാണിച്ചു തരാം. ലോകത്തിലെ തന്നെ ഭയങ്കരമായിട്ടുള്ളൊരു മറ്റൊരു സ്തൂപയാണ് ഇത്. സ്തൂപയല്ലല്ലോ ഇവനെ, മൊണാസ്ട്രി. ഒരു എന്താ പറയാ പൈതൃക പട്ടികയിലുള്ള യുനെസ്കോയുടെ പട്ടികയിനകത്തുള്ളത് അല്ലേ? ഗൈസിനി ഞാൻ ഇതിനെ കുറിച്ച് 2 കാര്യം പറയാം. ഞങ്ങൾ വലിയ തണുപ്പാണെന്ന് ഓർത്താണ് ഈ കോട്ട് സാധനമൊക്കെ എടുത്തോണ്ട് വന്നത്. ആവശ്യമില്ലായിരുന്നു. അതായത് ഇതൊരു ഞാൻ നോക്കി കഴിഞ്ഞപ്പം ഇതെപ്പോ ഇവിടെ സ്ഥാപിച്ചു എന്നുള്ളതിനൊരു കറക്റ്റ് ആയിട്ടുള്ള ചിത്രം ഇല്ലെന്നുള്ളതാണ് വിക്കിപീഡിയ പറഞ്ഞത്. പക്ഷെ ഇതിന്റെ അകത്ത് ഇതൊരു ഈജിപ്ഷ്യൻ മൊണാസ്ട്രി ആയിരുന്നുള്ളതും വിക്കിപീഡിയ പറയുന്നുണ്ട്. അപ്പൊ ആ പ്രകാരം ഉള്ള സംഭവങ്ങളൊക്കെ ഞാൻ ഇന്നലെ നോക്കിയപ്പോൾ കണ്ടായിരുന്നു. ഇനിയിപ്പോ ഇതിനെ കുറിച്ചുള്ള ഗൂഗിൾ ട്രാൻസാക്ഷനിൽ ഞങ്ങൾ ഇന്നലെ കുറെ ഇട്ട് കേട്ട് നോക്കി. ഞാൻ ലിവിനും അങ്ങോട്ടും ഇങ്ങോട്ടും താടിക്ക് കൈ കൊടുത്തിരുന്നു. ഒട്ടോമാൻ അന്നപ്പം വരെ ഇവിടെ ഉള്ള സംഭവം ഏതാടാ? ഒട്ടോമാൻ തുർക്കി അല്ലേ? അത് കഴിഞ്ഞുണ്ടെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ടുള്ളതെന്നാണ് പറഞ്ഞ സംഭവം. അതായത് പണ്ടത്തെ നാട്ടുരാജാക്കന്മാരില്ലേ, പച്ച മലയാളത്തിൽ പറഞ്ഞ പണ്ടത്തെ നാട്ടുരാജാക്കന്മാർ ഇവിടുത്തെ അന്നപ്പോഴുണ്ടായിരുന്ന സംഭവം. ഇതെന്തോ ഒരു ചിലപ്പോൾ ഞങ്ങൾ പറഞ്ഞ ചെറിയ തെറ്റുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം ഞങ്ങളുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് ഭാഷ അറിയില്ല, വായിച്ച് പറഞ്ഞാൽ അറിയില്ല. ഇതേപോലെ ചെന്ന് കാണുക എന്ന് മാത്രമേ ഞങ്ങൾക്ക് പറ്റത്തുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഇതേപോലെ ഓരോ ബ്ലോഗേഴ്സിന്റെ ഒക്കെ വീഡിയോ കണ്ടിട്ടാണ് ഇതേപോലെയുള്ള സ്ഥലങ്ങളെ കുറിച്ച് ഞങ്ങൾ പറയാറ്. പക്ഷേ ഐഡോണോ ഇവിടെ ആരും വന്നില്ല. ഞങ്ങൾ മലയാളത്തിലുള്ള വീഡിയോ കാണാൻ പറ്റില്ല. ഇംഗ്ലീഷ്, പിന്നെ ഇവിടുത്തെ എന്തോ ഭാഷയൊക്കെ ഉള്ള ഇംഗ്ലീഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ വായിക്കാത്ത മറ്റേ ചൂടിറച്ചി ഇട്ടിട്ട് പിന്നെ എന്ന് പറഞ്ഞിട്ട് പറയുന്നത്. പിന്നെ എങ്ങനെ മനസ്സിലാവാനാ? ഇത് അടച്ചിട്ടേക്കൂടാ. അടിച്ചിട്ടാക്കും അല്ലേ? കുരിശൊന്നും കാണാനില്ലല്ലോ. അതിന്റെ ഉള്ളിൽ കുറെ ചിത്രപ്പണിയാണ്. നോക്കിയേ, വാട്ട് ഈസ് ദിസ് മാൻ? എന്റെ പൊന്നെ, ഇവരെങ്ങനെ ഇതിന്റെ മേളിൽ വന്ന് ഇത് ചെയ്തു? നമുക്കേ പറത്താം. ഞങ്ങള് പറത്താൻ തുടങ്ങുവാണ്. എന്തിനാ ഡ്രോൺ എന്റെ കയ്യിൽ. ബാക്കി സാധാരണ ഇതേപോലത്തെ സ്ഥലങ്ങളിൽ നമ്മൾ സാധനങ്ങൾ എടുക്കാൻ മറന്നു പോകാറില്ല. നമുക്കൊന്ന് വീക്ഷിച്ചിട്ട് പറത്തിയാലോ? ഇവിടുന്ന് ഇങ്ങനെ പൊക്കുവാണല്ല, കേൾക്കൂ, ഇവിടുന്ന് ഇങ്ങനെ പൊക്കുവാണെങ്കിൽ മൊത്തത്തിലുള്ള ഇത് കിട്ടും. ഇതെന്തെങ്കിലും ആചാരമാണോടാ? പ്ലാസ്റ്റിക് കൂട് കെട്ടി വെക്കുന്നു, സിഗരറ്റ് ഒക്കെ കുത്തി വെക്കുന്നു, സിഗരറ്റ് കുത്തി വെക്കുന്നു, പ്ലാസ്റ്റിക് കൂട് കെട്ടി, മാസ്ക് അല്ല, വെറ്റ് ടിഷ്യൂ. ദിസ് വൺ ഈസ് എ വെറ്റ് ടിഷ്യൂ മാൻ.
അവിടെ നിന്ന് ഇങ്ങോട്ട് വാ ഗൈസ്. ഈ കാണുന്ന ഇതേ അപ്പം നേരത്തെ അവിടെ വേസ്റ്റ് ഇട്ട് അല്ല കേട്ടോ, അതെന്തോ ആചാരമാണ്. ഇത് കണ്ടോ, വെറ്റ് ടിഷ്യൂ, മാസ്ക്, പ്ലാസ്റ്റിക് കൂട്, പിന്നെ എന്തോ പ്രത്യേക രീതിയിലുള്ള ഇതുണ്ടോ തുണി. ഇങ്ങോട്ട് നോക്കിയേ, നീ 1X ലോ 2X ലോ എന്തെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ ഇത് കാണാതിരിക്കും. ഇത് കണ്ടോ, ഇത് എന്താന്നുള്ളത്. ഇത് വലിയ ഗുഹ. ഇത് ഭയങ്കര സ്ട്രോങ് ആട്ടോ ഇതൊക്കെ. എനിക്കറിയില്ല നമുക്ക് എത്ര സമയത്തുള്ളിൽ ഇറങ്ങിപ്പോകണം എന്നുള്ളത്. നമ്മളെന്തായാലും കീച്ചാൻ പോകും. തുടങ്ങാം. എൻ്റെ മിനീനെ ഇറക്കും കേട്ടോ. മിനി ഇന്ന് തകർക്കും ഇവിടെ. ഗൈസ്, ഏകദേശം നിങ്ങൾക്ക് ഡ്രോൺ ഷോട്ടിൽ നിന്നും ഈ ഐഡിയ കിട്ടിയെന്ന് മനസ്സിലായി കാണും എങ്ങനെയാണ് ഈ സംഭവം ഇരിക്കുന്നത് എന്നുള്ളത്. ഗൈസ്, സീസൺ അല്ലാത്തതുകൊണ്ട് വലിയ ആൾക്കാരില്ല കേട്ടോ. ഇതൊക്കെ എൻ്റെ വിശ്വാസം ശരിയാണെങ്കിൽ പഴയ ചാപ്പലുകളും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആകാനാണ് സാധ്യത. പിന്നെ ഇതിന്റെ അകത്ത് നമുക്ക് ഒന്ന് മനസ്സിലാക്കുക, അതായത് പഴയ സാധനമാണ്, സ്ട്രോങ് ഉണ്ട് ഇതിനൊക്കെ അല്ലേ. ഇവിടുന്ന് തന്നെ കല്ല് വെട്ടിയൊക്കെ ഉണ്ടാക്കിയതൊക്കെ ആയിരിക്കും കേട്ടോ. നമ്മൾ മെയിൻ പള്ളി കാണാൻ വേണ്ടി പോകുന്നത് അതിൻ്റെ ഉള്ളിലാണ്. എത്യോപ്യൻ ഓർത്തഡോക്സ് എന്നാണ് അറിയാൻ വേണ്ടി പറ്റിയത്. ആ ഒരു ടൈപ്പിലുള്ള സംഭവമാണെന്നുള്ളതുമാണ് അറിയാൻ പറ്റിയത്. അപ്പം അപ്രകാരം നമ്മൾ നേരെ ഇത് കഴിഞ്ഞ് നേരെ പള്ളിയുടെ അടുത്തോട്ട് പോവാണ്. അത്യാവശ്യം ആൾക്കാരുണ്ട് കേട്ടോ. നമുക്ക് തിരിച്ചു പോകാനും പിന്നെ ബസ് ടിക്കറ്റ് ഉണ്ടോ ഇവൻ്റെ കയ്യിൽ? ബസ് ടിക്കറ്റ് അടുത്ത് കിശ തന്നെ വെച്ചിട്ടുണ്ട്. ആണോ? എല്ലാം കൂടെ നടന്നു കൊണ്ടുവരും. അതെ, അതാണ് യാഥാർത്ഥ്യം. നമുക്ക് നേരെ ഇതിലെ കയറാം കേട്ടോ. ഇതിലെ കയറി നമുക്ക് അങ്ങനെ പോകണം. ഇതിലേ പോകണ്ടേ? അല്ല ഗൈസ്, ഈ കാണുന്ന ഒരു ഔട്ട്ലൈനിൽ നിന്ന് ഇതിൻ്റെ ഒരു മാപ്പ് കിട്ടും കേട്ടോ. നമ്മൾ വന്ന സ്ഥലം ഇങ്ങനെയായിട്ട് കാണുന്നില്ലല്ലോ. വന്ന സ്ഥലം ഇതേ, ഇത് നമ്മൾ വന്ന സ്ഥലം അല്ല. പിന്നെ ഇത് 2-3 സ്ഥലം ഉണ്ട് കേട്ടോ ഇതിൻ്റെ അകത്ത്. ഇതിലേതോ വന്നത് അങ്ങനെയുള്ള അല്ലല്ല. ഇവിടെ ചെല്ലുന്നത് ആദ്യം. ഇവിടെ ചെന്നിട്ട് ഇവിടെ ഇത് ബി, ഇത് സി. വലിയ ബിൽഡിംഗ് ആണല്ലോ ഇത്. മൊണാസ്ട്രീനെ കുറിച്ചുള്ള ഹിസ്റ്ററി ഇവിടെ ഉണ്ട് കേട്ടോ. ഇതാണ് ഏരിയ, ഇതാണ് സ്ഥലം. 1923 ഇത് പണിത്. അങ്ങനെ 1900 ഇത് മൊണാസ്ട്രി. ഇതുണ്ടോ എംബുറേഷൻ 1900 എന്നാണല്ലോ പറയുന്നത്. എത്രയായിരിക്കും? എത്യോപ്യൻ തന്നെയാണോ ഇവിടെ? DC. ഇതിവിടെ ഗവൺമെന്റ് ആണ് ഇപ്പൊ. ഗ്രീക്ക് നോക്കി എഴുതിയേക്കുന്നത്. ഗ്രീക്ക്. ഇതിനെക്കുറിച്ച് അറിയാവുന്ന ഒരു കമന്റ് ചെയ്യണം, ഞാൻ പിൻ ചെയ്യാം കേട്ടോ. 100%. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞതിന് കറക്റ്റ് അല്ലെങ്കിലോ ഇത് ഇവിടെ ഇരിക്കാനുള്ള തടി കൊണ്ടുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്. ഈ തണുപ്പത്തൊക്കെ എങ്ങനെയാണ് ഇതിൻ്റെ അകത്ത് ഈ അച്ഛന്മാരൊക്കെ ജീവിക്കുന്നത്? ഇതിൻ്റെ അകത്ത് ഉണ്ടാവൂലേ ഇവന്? അച്ഛന്മാരൊന്നും ഉണ്ടാവൂല. ഉണ്ട്. ആഘോഷ ദിവസങ്ങളിൽ മാത്രമേ ഉള്ളൂ ഇവിടെ. അല്ലെന്നേ, കാല് വെച്ച എങ്ങോട്ട് തന്നണമെന്ന് മാത്രം ആഗ്രഹിക്കുന്നൊരു ഷോവും. ഞാൻ പറഞ്ഞു വന്ന കാര്യം പറഞ്ഞേ. അതായത് പിന്നെ എങ്ങനെയായിരിക്കും ഇവർ ഈ തണുപ്പത്ത് ജീവിക്കുമെന്ന് ആലോചിച്ച് നോക്കിയേ. ഇപ്പോൾ ഈ മഞ്ഞ്, എൻ്റെ വൃത്തിയാക്കിയ ഷൂ പോയി. ഇപ്പോൾ ഈ മഞ്ഞ്. അപ്പം അങ്ങനെയെങ്കിൽ മഞ്ഞുള്ള സമയത്ത് എന്തായിരിക്കും ഇവിടുത്തെ അവസ്ഥ? ആ ബ്യൂട്ടി നോക്കിയേ, എന്ത് രസമാണെന്നറിയാം കാണാൻ. പിന്നെ ഇവിടെ നമ്മൾ ഏറ്റവും കൂടുതൽ മഞ്ഞുകാലത്താട്ടോ വരണ്ടേ. മഞ്ഞുകാലത്ത് വന്ന് പുളിക്കും ഇവിടെ. സത്യം. പിന്നെ ഇങ്ങോട്ട് കയറേണ്ട കാര്യം ഉണ്ടാവില്ല, ക്ലോസ് ആയിരിക്കും. ക്ലോസ് ആക്കൂലേ അവനെ. കച്ചവട സ്ഥാപനങ്ങൾ ഇതെല്ലാം എല്ലാം വാരിക്കൊണ്ട് പോകുന്നത് കഴിഞ്ഞു. ഇന്നത്തെ കച്ചവടം കഴിഞ്ഞു. പുള്ളിക്കാരനെല്ലാം വാരിക്കൊണ്ട് പോകും. ഇതൊക്കെ എന്താണെന്ന് അറിയത്തില്ല കേട്ടോ. തുർക്കിയുടെ എന്തോ ടൈപ്പ് ഗ്ലൗസ്. അതെ, ഇത് ഹാൻഡ് ക്രാഫ്റ്റ് അവനെ. ഹാൻഡായിട്ട് ഉണ്ടാക്കുന്ന മറ്റേ സാധനങ്ങൾ. നമുക്ക് ഇനിയും കയറി നടക്കാനുണ്ട് കേട്ടോ. ഇവിടുത്തെ കച്ചവടക്കാരെ ശ്രദ്ധിച്ചോ? വേണേ വന്ന് മേടിക്കുക. അങ്ങോട്ടൊരു അപ്രോച്ചും ഇല്ല. പറയുന്ന വില കൊടുക്കുക, മേടിക്കുക. കയറുന്ന സ്ഥലം തന്നെ വളരെ വളരെ മോശം, വളരെ വളരെ മോശം. നമുക്ക് കയറാട്ടോ. അത്യാവശ്യം നടക്കാനുണ്ട്. നമ്മൾ വിചാരിച്ച പോലെ അല്ല. ദൈവമേ, പരിപാടി ഇത് പെട്ടല്ലോ. നമ്മൾ പ്രതീക്ഷിച്ചത് ഇപ്പൊ എത്തുന്നുണ്ടോ? ഇതൊക്കെ താഴെ നിന്ന് ബസ് എടുത്തില്ലായിരുന്നല്ലോ. ആലോചിച്ച് നോക്കി. സത്യം. അത് ഇതും കൂടി ആവുമ്പത്തേനും ഇവിടുന്ന് ചവിട്ടി പോകണം. ബ്ലാക്ക് ഐസാണ്. പിന്നെ കഴിഞ്ഞാൽ നടുവിൻ്റെ ഏർപ്പാട് തരും. വെള്ളം ഒഴിക്കുന്ന നോക്കി. നമുക്ക് ആദ്യം ഇതിൻ്റെ കവാടം വരെ എത്താട്ടോ. ഗൈസ്, ഫൈനലി നമ്മൾ ലക്ഷ്യസ്ഥാനത്ത് എത്തി കേട്ടോ. ഇനി കുറച്ചും കൂടെ ഉള്ളൂ. നടന്ന് ഊപ്പാടിളകി പോകട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ. സത്യം പറഞ്ഞാൽ ചൈനയിലെ വൻമതിൽ പോലെ ഇങ്ങനെ ഇത് മതിലിങ്ങനെ പണിതാക്കുവനെ അല്ലേ? നടക്കാനല്ലേ? നടക്കാൻ വേണ്ടി. അയ്യോ ഗൈസ്, ഇനിയും കയറാനുണ്ട് കേട്ടോ. ഇതിൻ്റെ തുടക്കം ഇവരെങ്ങനെ ഇത് പണിത് ദൈവത്തിനറിയാം കേട്ടോ. ഓ, ഇതേ ഒള്ളി തുർക്കിഷ് ലിറ 2 ടിക്കറ്റ്. 1740 lira. 20 euro. കാർഡ് ഓപ്ഷൻ. കാർഡ്. ഓക്കെ. ഇത് തന്നെ 1000. ഇതിന് കയറാൻ വേണ്ടി 100 രൂപ അല്ലേ? പിന്നെ 1000 തന്നെ. ഇതാണ് നമ്മുടെ
$20 യൂറോ എന്ന് പറയുമ്പോൾ ഏകദേശം 1800 ഒരാൾക്ക്. ഗൈസ്, ഈ കാണുന്ന മൊണാസ്ട്രി കാണണമെങ്കിൽ നമ്മൾ വിദേശി ആയതുകൊണ്ട് 20 യൂറോയാണ്. ഇവിടെയുള്ള തദ്ദേശീയരാണ് ഇത്ര പൈസ ഇല്ല. 20 യൂറോ എന്ന് പറയുമ്പോൾ 90 വെച്ച് 1900 രൂപ ഒരാൾക്ക്. 2 പേർക്കും കൂടെ 3 സംതിങ് അത്ര വരും കേട്ടോ. നമുക്ക് നേരെ പോവാം, എൻട്രി ചെയ്യാം. അതിന് എൻട്രി ചെയ്യണമെങ്കിൽ ഇതിലെങ്ങനെ കയറുന്നത് കേട്ടോ. മൊണാസ്ട്രി വിസിറ്റിങ്ങിനുള്ള പൈസയാണ് ഈ പറഞ്ഞത്. എന്തായാലും ഫൈനലി നമുക്ക് നേരെ ഇത് ഈ കാണുന്ന ഇതിലാണ് മേലോട്ട് കയറേണ്ടത് മനസ്സിലായിട്ടോ. മൊണാസ്ട്രി എൻട്രൻസ്, യെസ് ഇത് തന്നെ. ഇതിൽ എൻ്റെ അമ്മോ എന്നാ ഹൈറ്റിലായിരിക്കുന്നതെന്ന് നോക്കിയാൽ. ഈ സ്റ്റെപ്പ് മൊത്തം കയറണം കേട്ടോ. നടന്ന് ഈ സ്റ്റെപ്പ് എത്തിയിട്ടോ. എൻ്റെ അമ്മേ, എന്തോ കുത്തിനായിട്ട് നമ്മൾ കയറി വന്നേ അല്ലേ? പറ്റുന്നില്ല കേട്ടോ, അതിനാ പ്രായമായിരുന്നു തോന്നുന്നു. ഗൈസ്, ഇത് കണ്ടോ, അവിടെ നിന്ന് നമ്മൾ വന്നേ. ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ ഇങ്ങോട്ടാണ് പോകണ്ട കേട്ടോ. എന്താ ഇത്, സിപ്ലൈനൊക്കെ ഉണ്ടോ? സിപ്ലൈൻ ഉണ്ട് ഇതിനെ. ഫൈനലി എത്തിയിട്ടോ, എത്തി. യെസ് ഗൈസ്, ഇടിലം തന്നെ. ഇതിനി സ്റ്റെപ്പറങ്ങ കണ്ടോ കേട്ടോ. ആദ്യമായിട്ടാണോ ടിക്കറ്റിൻ്റെ കൊടുത്ത് കിട്ടുമോ? ഇല്ല, നമുക്കെല്ലാം നടന്നു കയറി കാണാം. വളരെ ശ്രദ്ധിക്കണം കേട്ടോ, സ്ലിപ്പറിയാണ്. വളരെ ശ്രദ്ധിക്കണം. ഫൈനലി ഞങ്ങൾ മൊണാസ്ട്രിയിൽ എത്തിയിട്ട് നോക്കിയേ, ചിത്രപ്പണികൾ നോക്കിയോടാ. പിന്നെ കർത്താവിൻ്റെ രൂപം. ഇത് ഏതോ ഒരു പുണ്യാളൻ വരച്ചാക്കുന്നത്. ഏത് പുണ്യാളനാന്ന് ഞാൻ ഓർക്കുന്നില്ല. ഒരു പുണ്യാളൻ വരച്ച ഒരു ചിത്രമെന്നാണ് ഇത് പറയപ്പെടുന്നത്. ഇതിലിങ്ങനെ അങ്ങ് മേള് വരെ കയറിപ്പോകാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇതെങ്ങനെ കയറിപ്പോകുന്ന വെച്ചാൽ ഗേൾസ് എൻട്രൻസ്, മേളേക്കുള്ള എൻട്രൻസാണ്. ഇതാ എന്താടാ ചിത്രപ്പണി നോക്കിക്കേ, എന്ത് രസമാണെന്ന് നോക്കിയേ. അത് തന്നെയല്ലേ പിന്നെ, ഏതൊരു പുണ്യാളനാണ് ഇത് വരച്ചത്. ശരിയാ നീ പറഞ്ഞേ, ഞാൻ മറ്റേത് കേട്ടത്. ആണോ? ഗൈസ്, നമുക്ക് നേരെ ഇവിടുന്ന് ഇങ്ങനെ പോകട്ടോ. ഒരു ഗുഹ പോലെയാ, ഹിസ്റ്റോറിക്കൽ പ്ലേസ് ആണല്ലോ. ഡ്രിങ്ക് ലിവിനെ, ഇത് മൊണാസ്ട്രി തന്നെയാണ്. ഇവിടെ വെള്ളം കുടിക്കുന്ന സ്ഥലമൊക്കെ ആയിരുന്നു ഇത് പണ്ട്. ഈ തണുപ്പിനെ എങ്ങനെ ഇവർ പ്രതിരോധിച്ചു ഒരു ഐഡിയ കിട്ടുന്നില്ല കേട്ടോ. ഇതെന്താ ഇത്? കിച്ചനാട്ടോ ഇത്. കിച്ചൻ ഇതേ പഴയ കിച്ചൺ ഇതേ കാണുന്നത്. അതെ അതേ. ഇതൊക്കെ ഒരു വലിയ സംഭവം തന്നെ കേട്ടോ. ഇതേ ചിത്രപ്പണികളൊക്കെ നമുക്ക് ഇവിടുന്ന് കാണാം. കയറാൻ പറ്റുമെന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല. ഇല്ല, ഡു നോട്ട് ടച്ച് ദി സംഭവങ്ങൾ. ഹെറിറ്റേജ് സംഭവം തോന്നുന്നു കേട്ടോ. അതേ, ഇത് കുറേ ഉണ്ടായിരുന്നു. ഇതിങ്ങനെ ഈ നാട്ടുരാജ്യങ്ങളായതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്ത് കുറെ നശിപ്പിക്കപ്പെട്ടായിരുന്നു. ഇത് കർത്താവിനെ കുരിശിൽ നിന്ന് ഇറക്കി കിടത്തിയാക്കുന്നത്. ഇതാ 14 സ്ഥലങ്ങളാട്ടോ കുരിശിൻ്റെ വഴിയുടെ അല്ലേ. മൊത്തത്തിലുള്ളൊരു ആവറേജ് സ്ട്രക്ചർ ഇങ്ങനെ കേട്ടോ. ഇത് കണ്ടോ, കല്ലൊന്നും വീഴാതിരിക്കാൻ വേണ്ടി മേളിൽ പ്രത്യേക സംഭവങ്ങളൊക്കെ ക്രമീകരിച്ചിട്ടുണ്ട്. അത് ചാപ്പലാന്ന് തോന്നുന്നു കേട്ടോ. ഇവനെ വരുന്ന ഗസ്റ്റ് ഇല്ലേ, ഗസ്റ്റിൻ്റെ മേലോട്ട് വീഴാതിരിക്കാൻ വേണ്ടി അങ്ങനെ കമ്പി അടിച്ചാക്കുന്നത് ആയിരിക്കും. ഗൈസ്, ഇതൊക്കെ ചാപ്പലൊക്കെയാന്ന് തോന്നുന്നു കേട്ടോ. നമുക്ക് നടന്നു നോക്കാം. ഒരു പിടിയും കിട്ടില്ല കേട്ടോ, ഒരു പിടിയും കിട്ടൂല. ഇത് ഇവിടം വെച്ച് തീർന്നു തോന്നുന്നു. ഇതൊക്കെ എന്താ ഇത്, റൂമാ പോലും. ഇത് ഇവിടം വെച്ച് ക്ലോസായി. ഇങ്ങോട്ട് സ്ഥലമില്ല. ചേടാ, ഇത് എന്തെന്നാ ഇത്? അതിലെ വഴിയില്ല. ഉണ്ട്, ഇതിലേ കയറാൻ പറ്റുള്ളൂ. വാ, ഇതിലേ കയറാം. ഗൈസ്, ഒരു അത്ഭുതം തന്നെ. ഞങ്ങൾക്ക് തന്നെ ഒരു പിടിയും കിട്ടുന്നില്ല. എന്നാലും പണ്ട് കാലത്ത് ഇങ്ങനെയൊക്കെ ഒരു ബിൽഡിംഗ് കഴിവ് നോക്കണം അല്ലേ? ഇതൊക്കെ സ്റ്റെപ്പായിരുന്നു. ഇതെന്നാ പ്രസന്റ് റൂം. പ്രസന്റ് റൂം പ്രാർത്ഥിക്കുന്ന റൂം അല്ലേ? പ്രാർത്ഥനാമുറിയൊക്കെ ആയിരുന്നു കേട്ടോ. ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്ന സ്ഥലങ്ങളൊക്കെ. ഇനി ഇങ്ങോട്ട് കയറാട്ടോ. ഇത് ലാസ്റ്റ് ഓപ്ഷനാന്ന് തോന്നുന്നു. ഇതിൻ്റെ അപ്പുറത്തോട്ടില്ല. കൊള്ളാം. ഇതൊരു ചർച്ച കേട്ടോ. എന്തായി? ഇതേ ഇങ്ങോട്ട് നോക്കിയേ ഗൈസ്, എന്താ സെറ്റപ്പ് എന്ന് നോക്കിയേ. ഇതാടാ പള്ളി. ഇതാന്ന് തോന്നുന്നു കുർബാന അർപ്പിക്കുന്ന സ്ഥലമൊക്കെ. ഇവിടെ കുർബാന അർപ്പിക്കുന്ന സ്ഥലം. അവിടെ എല്ലാവരും ഇറങ്ങി വന്നു കേട്ടോ. പിന്നെ ഇത് വർഷത്തിൽ ഒരു ദിവസം ഇവിടെ കുർബാനയുണ്ട്. ഏകദേശം 500 പേർക്കോ ഇതിൻ്റെ അകത്ത് കയറാൻ പറ്റുള്ളൂ. അത് ഇവിടെ ഓർത്തഡോക്സിൻ്റെ പിതാവിൻ്റെ ഇത് വേണം, പാസ് ഉണ്ടെങ്കിൽ മാത്രമേ കയറാൻ പറ്റുള്ളൂ. യെസ്, ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു പിടുത്തം കിട്ടുന്നില്ല. നമ്മൾ ആദ്യമായിട്ട് കാണുന്ന സംഭവങ്ങളൊക്കെയാണ്. ഇതിൻ്റെ അകത്തൊക്കെ എന്തൊക്കെയോ ഉണ്ട് കേട്ടോ. ഇത് നമ്മൾ വന്ന വഴിയാണ് അല്ലാടല്ലേ? പിന്നെ വന്ന വഴിയാ. ഇവിടെയും കൂടെ പോകാൻ കേട്ടോ. അത് ഇറങ്ങിയിട്ട് വേണം ഇങ്ങനെ കയറി പോകാൻ വേണ്ടി. നമുക്ക് മുൻഭാഗമല്ലേ, മുൻഭാഗം നോക്കുകയാണെങ്കിൽ താഴെ നല്ല വ്യൂ ഉണ്ടാവും. യെസ്. അമ്പോ, ഇതാടാ ഇത് കുരിശൊക്കെ നോക്കി. എടാ, ഇത് ചാപ്പലാടാ. പിന്നെ ഇതാ ചാപ്പല്. ഇവിടെ അങ്ങനെ വലിയ ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല, മനസ്സിലായോ? ചാപ്പലല്ലേ? ഒരു 5, 6, 10 മൂങ്ങന്മാർ, അല്ല മൂങ്ങുന്നല്ല, മറ്റേ നമ്മുടെ അച്ഛന്മാർ ചേർന്നായിരിക്കും കുർബാന. ഇതേ കുരിശൊക്കെ ഉണ്ടോ? ഇവിടെയൊക്കെ പലതും വരച്ചിട്ടുണ്ട്, പല ഭാഷകളാട്ടോ.
ഇത്ര ഹിസ്റ്റോറിക്കൽ സ്ഥലം ഞാൻ ഒരു കാര്യം നീ ശ്രദ്ധിച്ചോ, ചൈനീസ് ലിപിയായിട്ട് ചെറിയൊരു താരതമ്യമുണ്ട് ഇത് മൊത്തം. ഇത് കണ്ടല്ലേ? ആ, കുമ്മായ ഒരിക്കലും പോകില്ല. ഇത് നശിക്കപ്പെട്ടതാണോ അല്ലെങ്കിൽ ഇങ്ങനെ കാലക്രമേണ നശിച്ചതാണോ ഒന്നും അറിയത്തില്ല കേട്ടോ. ഇതൊക്കെ എന്താണെന്നുള്ള വീഡിയോ കാണുന്ന ആരെങ്കിലും പറഞ്ഞുതരും. ഇതേ ഫോട്ടോസ് ഇതാ, ദൈവത്തിൻ്റെ ഫോട്ടോ. ഇതായിരുന്നു ഒറിജിനൽ കർത്താവിൻ്റെ മുഖം. ദൈവത്തിന് അറിയാം കേട്ടോ. ഇവിടുന്ന് ഇവിടം വരെ ഉള്ളൂ. ഇത് ഇവിടുത്തെ എന്തോ ആൾക്കാരാട്ടോ. ഇത് ചർച്ച് കഴിഞ്ഞു. ഇനിയിപ്പോൾ പുറത്തോട്ട് ഇറങ്ങാം. അവിടെ തന്നെ അല്ലേ പിന്നെ അതിൻ്റെ ഉള്ളിൽ? എവിടെയാണ്? അതിൻ്റെ ഉള്ളിൽ എന്താ സാധനം പോലെ കാണുന്നുണ്ടല്ലോ. ഇവിടെ ഒന്നുമില്ല, പൂട്ടിയാക്കുന്ന. ആണോ? ആ, ഫോട്ടോകൾ ആൾക്കാർ നശിപ്പിക്കാതിരിക്കാൻ വേണ്ടി ഇത് ആൾക്കാർ ഇത് പെയിന്റ് മറ്റേ ഇതും കൊണ്ട് വരയുന്നുണ്ട്. അപ്പം നശിപ്പിക്കാതിരിക്കാൻ വേണ്ടി പ്രധാന സാധനങ്ങളെല്ലാം അടച്ചു വെച്ചേക്കുന്നത്. ഇതുണ്ടോ, ഓരോരുത്തരുടെ പേരൊക്കെ എഴുതി വെച്ചേക്കുന്നുണ്ടോ. പണി നടക്കുമല്ലേ? പണി നടക്കോട്ടോ. അത് പള്ളിയാണ്, അത് വലിയ പള്ളിയാണ് കേട്ടോ. ഡ്യൂട്ടിയുള്ള പുള്ളി ഉറങ്ങുവാണല്ലോ. പുള്ളിക്കാരൻ സൂപ്പർ ഉറക്കുക, സുഖം ഡ്യൂട്ടി. ലിബി അതിൻ്റെ ഉള്ളിലുണ്ട്. പള്ളിയാണ്. അത് പള്ളിയുടെ ഉൾവശം കേട്ടോ. ഇത് പള്ളിയുടെ പുറം വശം. ലിബി അതിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ. ഓർത്തഡോക്സ് എത്യോപ്യൻ ചർച്ച് തന്നെ. പള്ളിയല്ലേടാ? പള്ളിയാ. അത് ഏറ്റവും കൂടുതൽ ആട്ടുപരമായിട്ട് ചിത്രം വച്ചാക്കുന്ന സ്ഥലമാണ്, നശിപ്പിക്കാത്ത ഒരു സ്ഥലം. അത് മാത്രമേ ഉള്ളൂ. ആണല്ലേ? ആ, അതവിടെ എഴുതി വെച്ചേക്കുന്നത്. ഗൈസ്, ഇത്രയും നേരം വരെ നമ്മൾ ഈ വശം വേണ്ടേ. ഇനിയിപ്പോൾ നമ്മൾ തൊട്ടപ്പുറത്തെ വശം അത് കാണാൻ വേണ്ടി പോകട്ടോ. അതായത് ഈ വശം ഗൈസ്, ചരിത്രപരമായ എല്ലാ സംഭവങ്ങളും ഇങ്ങനെയായിരുന്നു കേട്ടോ. ഇതിന് 1385 35 എന്നറിയില്ല, അന്നാണ് ഇത് പണിതാക്കുന്നത്. അത് ഉറപ്പ് വന്നത് 1985. ദി മൊണാസ്ട്രി ഓഫ് ദ റഷ്യനിൽ എഴുതിയാക്കുന്നത്. ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ വന്നു. ഈ ഫോട്ടോ ഒക്കെ ഇവരെങ്ങനെ എടുത്തു? അന്നൊക്കെ ക്യാമറ ഉണ്ടോ? പിന്നെ പഴയ ചരിത്രകാരന്മാരെടുത്ത് ഇഷ്ടം പോലെ ഇങ്ങനത്തെ ഫോട്ടോ ആണ് ഇതിന്, ചരിത്രപരമായി എടുക്കുന്ന ആൾക്കാരുടെ അടുത്ത്. റഷ്യ, Georgia here. From Malaysia, Thailand, Laos, China. Yeah, I am first time trip in Malaysia, Thailand, Cambodia, Vietnam, full finishing in driving. And now you're going back. Yeah, no, I am going to USA. To where? USA. USA. Oh, USA. Yeah. Oh, that's cool. That's awesome. Yeah, your van was very nice. I saw it. Oh, wow, it's cool. Indian flag and everything. Yeah. Kerala. Oh, it's amazing. So what's next after Turkey? Next time Greece. Greece. Yeah. So going west to Europe. Yeah. England. Yeah, I'm full visiting. Mostly. Yeah. Okay. And after that, America. America. And after that, South America. Okay. കിട്ടിക്കഴിഞ്ഞപ്പം അത് ഞങ്ങളങ്ങോട്ട് വധിച്ചു. ഇനി പോകാട്ടോ, ഇനി താഴോട്ട് പോവാം. ഞങ്ങളെ തിരിച്ച് താഴോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ വഴിയെ താഴോട്ട് പോവാണ്. ഞാൻ പൊട്ടണല്ലേ? അതിനാ ഒരു അമേരിക്കക്കാരനോട് ഞാൻ ചോദിച്ചു ജപ്പാൻകാരനാണോ? അതെ, തീരുമാനമായില്ല. തീരുമാനമായി. ഗൈസ്, ജപ്പാൻകാരും ഇവിടുത്തെ തുർക്കിഷുകളും അറബികളൊക്കെ നോക്കാൻ ഞങ്ങൾ പുലി പോലെ നടക്കും. ഞങ്ങൾ നടപ്പ് കണ്ടില്ലേ? എവിടെ നിന്നിട്ട് പോലും ബാക്കിയുള്ളവരെല്ലാം ഇരുന്നും കിടന്നൊക്കെ ഞങ്ങൾ മൊത്തോട്ട് നോക്കുക. ഞങ്ങൾക്കൊന്നും സംഭവിക്കാതെ ഞങ്ങൾ വിചാരിച്ചോട്ടെ ഇന്ത്യക്കാർ പുലിക്കുട്ടികളാന്ന് വിചാരിച്ചോട്ടെ അല്ലേ പിന്നെ. ഗൈസ്, നമ്മളിങ്ങനെ നടക്കുക. പക്ഷെ നമ്മുടെ കാലിനും കൈക്കും നടുവിനൊക്കെ നല്ല വേദനയാട്ടോ. നേരെ വന്ന വഴിയെ കൂടെ തിരിച്ച് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പം നമുക്ക് വണ്ടി എടുത്തു, ഇവിടുന്ന് വാനുണ്ട്, ആ വാൻ കയറി വണ്ടി എടുത്തിട്ട് പോകാട്ടോ. ഏതെങ്കിലും ഒരു ബസ് വരണം. ആ ബസ് വന്നിട്ട് അതിൽ കയറിയിട്ട് വേണം നമുക്ക് പോകാൻ വേണ്ടിയിട്ടോ. ആരെ ചീട്ട് കാണിക്കണ്ടേ അറിയില്ല, നമുക്ക് ചോദിച്ചു നോക്കാം അടുത്ത ബസ് എപ്പോഴാണ്. യെസ് ഗൈസ്, നമുക്ക് പോകേണ്ട ബസ് വന്നു. പക്ഷേ റിട്ടേൺ തിരിച്ചു പോകണമെങ്കിൽ ആൾ വേണം കേട്ടോ. അതിൻ്റെ അങ്ങോട്ട് പോകുന്നവരൊന്നും ഇങ്ങോട്ട് വരുന്നതായിട്ട് കാണുന്നില്ല. എല്ലാം തളർന്നുകൂത്തി അവിടെ എവിടെയും കിടക്കാൻ തോന്നുന്നു കേട്ടോ. ആ ലിബിനെ, ഇത് അവൻ അമേരിക്കക്കാരൻ. ഇത് അവൻ്റെ നമ്പർ പ്ലേറ്റ്. അമേരിക്കൻ? ആ, ഇത് അമേരിക്കക്കാരൻ. നമ്മൾ നേരത്തെ കണ്ടില്ലേ? നീ കണ്ടില്ലേ? സംസാരിച്ചേ. ആ, പിന്നെ അമേരിക്കയിൽ വണ്ടി എടുത്ത് വന്നല്ലേ? ബൈക്ക് എടുത്ത് ഹോണ്ടയുടെ ഏതൊരു വണ്ടിയാണ്. കമാൺ ഗൈസ്, നമ്മൾ ഫൈനലി നമ്മുടെ ഡെസ്റ്റിനേഷനിലെത്തി. നമ്മുടെ വണ്ടി എടുത്തിട്ട് പോവാണ്. നമ്മൾ വന്നപ്പോൾ ഇവിടെ വലിയ തിരക്കൊന്നുമില്ലായിരുന്നു. ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ നമ്മുടെ വണ്ടി കാണുന്നില്ലല്ലോ. അങ്ങേ അറ്റത്താ ഗൈസ്. നമ്മളങ്ങനെ നമ്മുടെ വണ്ടിയിലെത്തി. നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവുകയാണ് ഗൈസ്. നമുക്കിനി താഴെ പോയിട്ട് നല്ല കിടിലൻ ഫിഷ് ഹാർബർ കാണാം അല്ലേ ലിപി? ഫിഷ് ഹാർബറും ഒരു ഫിഷിനെയും ഞങ്ങൾ വാങ്ങൂല. കാര്യം എന്നാന്ന് ചോദിച്ചാൽ നാളെ നമുക്ക് ദുഃഖവെള്ളിയാണ്. അപ്പം ദുഃഖവെള്ളിയാഴ്ച ആയതുകൊണ്ട് ഞങ്ങൾക്ക്
നോൺ വെജ് കഴിക്കാൻ പാടില്ല. പിന്നെ അത് മാത്രമല്ല, വേറൊരു പ്രശ്നം കൂടെ ഉണ്ട്. നാളെ നമുക്ക് പണിയെടുക്കാനും പാടില്ല. അതുകൊണ്ട് എവിടെയെങ്കിലും കൊണ്ടുപോയി വണ്ടി ഇട്ട് നമുക്ക് ഒതുക്കണം വണ്ടി. എന്നിട്ട് വർഷത്തിൽ ഒരു പ്രാവശ്യമേ ഉള്ളൂ. അപ്പം അതെങ്കിലും നമ്മൾ കറക്റ്റായിട്ട് എടുക്കുന്ന കേട്ടോ. എന്ത് ദുഃഖവെള്ളിയേക്ക് അങ്ങ് പണിക്ക് പോയിട്ടുണ്ട്. മൊത്തം പോക്കായിരിക്കും അല്ലേ? പോവാം. ഫൈനലി ഞങ്ങൾ തിരിച്ചു പോവാണ്. ഇനി ഇവിടെ പാർക്കിംഗ് കാശ് കൊടുക്കണം അവനെ. ഇവിടെ ഒരു മൂത്രപ്പര ഇല്ലാത്ത വലിയ അടിയാട്ടോ. മൂത്രപ്പര കൊള്ളാൻ വേണ്ടിട്ട് കുടുക്ക തകരുന്നു. പണിയെടുക്കുന്ന കാരണം ഇതിപ്പോ ഇങ്ങനെ പോകുന്നു. ആ ടിക്കറ്റ് കൊടുത്തേ. ഇവിടെ ഏത് ടിക്കറ്റ് കൊടുക്കാൻ? ഇവിടെ പാർക്ക് ചെയ്യുന്നതിന് കാശുണ്ടോ? എല്ലാത്തിനും കാശുണ്ടോ കേട്ടോ. ഇവിടെ കുനിഞ്ഞാൽ ഇരുന്നാൽ എല്ലാത്തിനും കാശാണല്ലോ ഇവന്. നമുക്ക് ഈ ടിക്കറ്റ് കൊടുത്തേക്കാം. ഇതിങ്ങനെ കാണിച്ചു നോക്കാം. അത് മേടിച്ചിട്ട് നമ്മൾ പെട്ടുപോട്ടാ. ഗൈസ് ഫൈനലി നമ്മളങ്ങനെ 140 രൂപ കേട്ടോ. 140 400 രൂപ. അത്ര പൈസ കൊടുത്ത് നമ്മൾ പാർക്കിങ്ങിൽ നിന്ന് ഇറങ്ങി. അതിനുശേഷം നമ്മൾ അങ്ങനെ നേരെ തിരിച്ചിറങ്ങുവാണ്. ഇതൊരു റിസർവെയർ ആണ്. ഈ വഴിയാണ് നമ്മൾ വന്നത്. അപ്പൊ ഇങ്ങോട്ട് വന്നപ്പോൾ ഞങ്ങൾ എടുത്തില്ല. കാരണം എത്രയും പെട്ടെന്ന് ഇവിടെ എത്തിക്കുക എന്നുള്ളതായിരുന്നു. ഇപ്പം വിട്ടതിന്റെ ഉള്ളതിന്റെ ഉദ്ദേശം മനസ്സിലായില്ലേ? അത് വേറെ പാർക്കിംഗ്, അത് വേറെ പാർക്കിംഗ്. ഇവിടുന്ന് ഞങ്ങളെ വിട്ടോ. ഞങ്ങൾ വിചാരിച്ചു ഫ്രീ ആയിരിക്കും എല്ലാം. പോകുന്ന വഴി എന്നാ രസമാണെന്നറിയാവോ. പച്ചപ്പും പാറയൊക്കെ നോക്കിയടാ. ആ പാറയൊക്കെ എന്താ പവിഴപ്പൂച്ചിരിക്കുന്ന പോലെ ഇരിക്കുന്നത്. വേറൊരു ഫീലിംഗ് ആണ് സത്യം പറയുവാണെങ്കിലുണ്ടല്ലോ. വേറൊരു ഫീലിംഗ്. അതായത് നമ്മൾ ആ കടലിന്റെ സൈഡിൽ കൂടുമ്പോൾ വേറൊരു ഫീലിംഗ്, ഇങ്ങോട്ട് കയറി വരുമ്പോൾ വേറൊരു ഫീലിംഗ്. അങ്ങനെ ഒരു എന്താ പറയുക, ഒരു വൈവിധ്യങ്ങളാണ് കേട്ടോ മൊത്തം തുർക്കി. ഇനി നമുക്ക് കുറച്ച് ദിവസം കൂടെ ഉള്ളൂ. ആ കുറച്ച് ദിവസത്തിനുള്ളിൽ നമുക്ക് ഡേറ്റ് 30 ദിവസം ഉണ്ട്. പക്ഷെ നമുക്ക് അത്രയും ദിവസം നിൽക്കേണ്ട കാര്യമില്ല. അല്ല ഗൈസ് നോക്കൂ, നമുക്ക് അത്രയും ദിവസം നിൽക്കാൻ പറ്റും. നമ്മൾ ഒരു രാജ്യം അവസാനം വരെ പിടിച്ചോണ്ട് വന്നിട്ടുണ്ട്. എന്തെങ്കിലും ഒരു കഷ്ടകാലം അവിടെ വരും. അത് നമ്മൾ 15 ദിവസം ഇനി ഒരു രാജ്യത്ത് നിൽക്കുന്നു. അല്ല അത് മാത്രമല്ല, നമ്മുടെ ശങ്കൻ തീർന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി കറക്റ്റ് പറയുവാണെങ്കിൽ 2 മാസം ഉള്ളല്ലേ ഇവനെ? അതെ. ഗൈസ് നമ്മൾ ഈ വഴിയിൽ നിന്നാണ് തൊട്ട് ഫ്രണ്ടിലേക്ക് പോകുന്നത്. അതൊരു വമ്പൻ ടൗൺ ആട്ടോ, കിളി പാറുന്ന ടൗണാണ് ഗൈസ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, പോകുന്ന വഴിക്ക് വല്ലതും കഴിക്കാൻ തീരുമാനിച്ചു. കഴിക്കണമെങ്കിൽ ഇവിടെ ഇതേ ഉള്ളൂ, അതായത് ഷവർമ്മ, ചിക്കൻ ഷവർമ്മ. ഷവർമ്മ പിന്നെ ഇതേപോലത്തെ ചോറൊക്കെ ഉണ്ട് കേട്ടോ. ചോറ് എന്തൊക്കെയോ കറിയൊക്കെ ഉണ്ട്. ഹൈ, ഇത് കൊള്ളാലോ. ട്രഡീഷണൽ ഫുഡ് അടിച്ചിട്ട് പോയാലോ. ഇത് ചിക്കൻ കറിയാണ്. കഴിക്കണോ? കഴിക്കുക. എനിക്ക് ഷവർമ്മ മതി. എനിക്ക് ഷവർമ്മ മതി. ഇതെന്താ രാജമ്മ? അത് ചോറ്. അങ്ങനത്തെ സാധനം ഷവർമ്മേൻ്റെ അത് അവർ മിസ് ചെയ്തിട്ട് തരുമോ? അത് ആണോ? നീ പറ, 2 എണ്ണം പറ. വേറെ വകുപ്പില്ല കേട്ടോ. ഇത് ഇവിടെ എന്തൊക്കെയോ ഇങ്ങനെ ഫോട്ടോ ഇരിപ്പുണ്ട്. അതെ ഷോർപ്പ, വെള്ളത്തിൻ്റെ അത് വെച്ച് തരും. ഷോർപ്പ അതുപോലത്തെ എല്ലാ സാധനം ഉണ്ട് കേട്ടോ. വിലയുണ്ട് കേട്ടോ ഇവിടെ. ഈ തലയിലെ തൊപ്പി കണ്ട അറിയാം. ഹൗ മച്ച് ചിക്കൻ അടിച്ചു കാണിച്ചു തരും. നമുക്ക് ചോദിക്കണം കേട്ടോ. 100. ടു ഷവർമ്മ. ഇതെന്നാ സാധനം? ഹൗ മച്ച്? തീ കൊടുക്കട്ടോ ഷവർമ്മയ്ക്ക്. ഇതൊക്കെ ട്രഡീഷണൽ കട കേട്ടോ. ഈ ഇവരുടെ മെയിൻ വൃത്തിയാടാ. 140 രൂപ. ഓക്കെ. 140 100. സൂപ്പാട്ടോ. ഇതെന്നാ സാധനം ഒന്നും ഞാൻ കറക്റ്റ് അറിയത്തില്ല. ഇതെങ്ങനെയാണ് ഈ സാധനം തരുന്നത്? ഉരുളക്കിഴങ്ങാണല്ലോ കൂടുതൽ. കിട്ടുന്നത് ബോണസ്. ഇത് വെള്ളമൊന്നും ഉണ്ടാവില്ലായിരിക്കും. ഇതെങ്ങനെയാണ് അതിൻ്റെ പരിപാടി? അത് കണ്ടോ വെള്ളം ഒഴിക്കും. ട്രഡീഷണൽ ഫുഡ് കഴിക്കാൻ ഞാൻ മിടുക്കനാട്ടോ. ഇതാണ് ചിക്കൻ. കഴിച്ചു നോക്കിയവൻ എങ്ങനെയുണ്ടെന്ന് പറഞ്ഞു. ഇവിടെ ബ്രെഡും സ്പൂണും ഉപ്പും അതുപോലെ സാധനങ്ങളൊക്കെ ഉണ്ട്. എന്താ വൃത്തി! എല്ലായിടത്തും എല്ലാ സാധനങ്ങളും നീറ്റാട്ടോ വൃത്തിയുടെ കാര്യത്തിൽ. ഇവിടുന്ന് നമുക്ക് ഇതെടുക്കാം. ഇവിടുന്ന് ഒരു സ്പൂൺ എടുക്കാം. ഇവിടെ അങ്ങനെ ഷവർമ്മ ഉണ്ടാക്കുന്നത്. ഇത് റൈസ്. ഇതാ റൈസ്. റൈസ് ഞാൻ ചോദിച്ചില്ല, വെറുതെ പറഞ്ഞേ ഉള്ളൂ. ഓക്കെ, ഇട്ടു. തലയിലായി. സബോള, ഒനിയൻ.
ഊനി. മൈനസ് ഇടണ്ടേ? ആ മൈനസ് ഓക്കെ. മൈനസ് ഓക്കെ. സെയിം 2 സെയിം. അതെന്നാന്ന് പറഞ്ഞു കേട്ടോ. ഗൈസ് ഇതെന്തോ ഇവിടുത്തെ ചിക്കനാട്ടോ. ആ ഓക്കെ. മൈനസ് കെച്ചപ്പ്. തന്നെ സ്റ്റിക്കി റൈസ് കൊള്ളാട്ടോ. ഷവർമ്മ പറയണ്ടായിരുന്നു. ഇത് അടിപൊളി സാധനമാടാ. ഒരു ഇത് ചില്ലി ഫ്ലക്സ്. ഓക്കെ താങ്ക് യു. വെറുതെ ഇതൊക്കെ ഇങ്ങനെ ഇടുക. ഇതൊക്കെ ഇവിടെ ഉള്ളതാണല്ലോ. ഉള്ളി ഒരിക്കലും നമുക്ക് അറിയില്ല എന്ന് വിചാരിക്കില്ല. വെള്ളം വേണം. വാട്ടർ ആ കുളമൊക്കെ മേടിച്ചിട്ട് എന്നാ കാണിക്കാനാ? കുളമൊക്കെ കുടിച്ച് മരിച്ചതാണ്. ഇനി ഇതെല്ലാം ഇതിൻ്റെ അകത്തിട്ട് ഇടുക. ഇപ്പം പുള്ളി വിചാരിക്കും ഇത് വേറെ ഒന്നുമില്ല, നല്ല രസമുള്ള സാധനം. ഇത് പുഴുങ്ങുന്നു, അതിൻ്റെ അകത്തോട്ട് മറ്റേ സാധനം ഇടുന്നു. അത്ര കൊള്ളാം കേട്ടോ, നല്ല രസമാണ്. ചാറ് കഴിച്ച് നോക്കുന്നു. അല്ല അങ്ങനെയല്ലടാ, എന്നാലും വേറെ സാധനം ക്യാരറ്റ്. ഇതെങ്ങനെയാണെന്നറിയാമോ? ഇതുണ്ടോ ക്യാരറ്റ്, പിന്നെ എപ്പോഴും എനിക്ക് പറ്റാണ് ചിക്കൻ ഒഴിക്കോ, പിന്നെ പൊട്ടറ്റോ. എവിടെ നമ്മൾ സാധാരണ നല്ലത് ബ്രെഡ് വേറെ ബ്രെഡാണ് ഇവിടെ ഉണ്ടാക്കുന്ന ബ്രെഡ്. ബ്രെഡ് അല്ലേ ഇത്? എന്ത് റൊമാലി റൊട്ടി വലിയ സാധനം. അല്ല ഒന്ന് കഴിച്ചു നോക്കിയാ. ഞാൻ ഇതിന്റെ പുറകെയാണ് ഗൈസ്. ഇതേപോലെയാണ് ഇവരുടെ കടലിന്റെ സൈഡിലുള്ള വലിയ ടൗണുകൾ കേട്ടോ. ഈ ഒരു ടൗണിൽ നിന്നാണ് നമ്മള് അങ്ങ് ഉള്ളിലേക്ക് ആ മൊണാസ്ട്രിയിലേക്ക് എത്തി. എന്നതാണെന്നറിയോ, കൊട്ടാരം പോലെ പല വീടുകളും അല്ലടാ ഇവനെ. കൊട്ടാരം മാത്രമല്ല, ഇവർ ഓരോ സെറ്റപ്പ് കണ്ടിടത്തിട്ട് നമ്മൾ ഞെട്ടിപ്പോല്ലേ. അടിസ്ഥാന വികസനത്തില് ഈ ഒരു സൈഡ് ഇങ്ങനെയാണ്. അപ്പൊ അങ്ങോട്ട് ചെല്ലാൻ നേരത്ത് യൂറോപ്പിന്റെ സ്ഥലത്തോട്ടൊക്കെ ചെല്ലാൻ എന്നാ ആയിരിക്കും. ഇത് വെറും ബോർഡർ സൈഡ് മാത്രമാ, ആലോചിച്ച് നോക്കണം. അതെ, ഒരു ബോർഡർ സൈഡ് ഇങ്ങനെയാണെങ്കിലുണ്ടല്ലോ, നമ്മൾ അങ്ങോട്ട് ചെല്ലാൻ നേരത്ത് എന്നതായിരിക്കും നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത്. എനിക്കൊരു പിടുത്തം കിട്ടുന്നില്ല കേട്ടോ ഗൈസ്. നമുക്കിനിയും പിന്നെ ഒരു ഹാർബർ, അതായത് ഒരു തുർക്കിഷ് ഹാർബർ കാണണം. ഇവിടെ ഒരു വലിയ ഹാർബർ ഉണ്ടായിരുന്നു, പക്ഷെ അത് മോഡേൺ ആയിരിക്കും. നമുക്കൊരു ട്രഡീഷണൽ ആയിട്ടുള്ള ഹാർബർ, അതിനോട് ചുറ്റും കുറെ വീടുകളൊക്കെ ഉണ്ട്. അപ്പൊ ആ ഒരു സംഭവം കാണുക എന്നുള്ളതാണ് നമ്മുടെ അടുത്ത ലക്ഷ്യം. അപ്പൊ അത് കാണണമെങ്കിൽ നമുക്ക് കുറച്ച് ഫ്രണ്ടിലേക്ക് പോകണം. ആ പ്രകാരം ഞങ്ങൾ ഇത് കണ്ടോ, ഈ കാണുന്ന വഴി കൂടെ ഈ റോട്ടിൽ കൂടെ ഞങ്ങൾ നേരെ മുന്നോട്ട് പോവുകയാണ് സുഹൃത്തുക്കളെ. ഗായ്സ് നോക്കിക്കേ നിങ്ങള്, ഇൻഫ്രാസ്ട്രക്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് ലെവലിലാ വന്നാക്കണേണ്. ഈ ആദ്യം തലപ്പൊക്കം ഉണ്ടോന്ന് വെച്ചാൽ തലപ്പൊക്കം ഉള്ള ബിൽഡിംഗ് 90% വൃത്തിയും നല്ല സെറ്റപ്പും ഭയങ്കര ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഏരിയകളും അങ്ങനെയുള്ള ഒരു പ്രത്യേക സെറ്റപ്പാട്ടോ ഈ ഒരു ഏരിയകള്. ഗൈസ്, നമ്മൾ പോകുന്ന വഴിയുടെ തൊട്ട് അപ്പുറത്തെ സൈഡ് ഫുൾ കടലാട്ടോ. അതായത് ഇപ്പുറത്തെ സൈഡ് മൊത്തം ബിൽഡിംഗ് ആണെങ്കിൽ അപ്പുറത്തെ സൈഡ് മൊത്തം കടൽ. ഇവനെ പാരാഗ്ലൈഡിംഗ് ഒക്കെ ഓരോ സ്ഥലത്ത് തുടങ്ങി കേട്ടോ. അവനെ ആകാശത്തൂടെ നമ്മൾ ബലൂണിൽ കൂടെ പറക്കുന്ന സെറ്റപ്പ് ഒക്കെ. ഗൈസ്, ഈ പോകുന്ന വഴിക്കൊക്കെ ചെറിയ മീൻപിടുത്ത സംവിധാനങ്ങളൊക്കെ ആണ്. അത് ചെറുതാട്ടോ, നമുക്ക് നല്ല ഹാർബർ കിട്ടും. നല്ല മുഴുത്ത വലിയ വലിപ്പമുള്ള ഹാർബർ. അപ്പൊ അത് നമുക്ക് പിടിക്കാം. ഇതിപ്പോ ഫുള്ള് നമ്മൾ ഇതേപോലത്തെ നല്ല നീല നിറമുള്ള കടൽ. ഇത് ക്യാമ്പേഴ്സ് ഇറക്കുന്നുണ്ട് എന്തോരാന്ന്. ഇതേപോലത്തെ കടലിന്റെ തൊട്ട് സൈഡിൽ കൂടി ഇപ്പൊ നമ്മൾ യാത്ര ചെയ്ത് ഇങ്ങനെ പോവാണ്. പിന്നെ എനിക്ക് തോന്നുന്നു ഇവിടെ എവിടെയും കൊണ്ട് വണ്ടി ഇടാന്നാ എനിക്ക് തോന്നുന്നു കേട്ടോ. ആരും ചോദിക്കാനും പറയാനും വരില്ല കേട്ടോ. അല്ലേ? അങ്ങനെ ആകാനാണ് സാധ്യത കേട്ടോ. എന്താ രസം, എന്താ കടലിന്റെ ഒരു ബ്യൂട്ടി. എന്ത് രസമെന്നറിയാവോ ഗൈസ്. ഫൈനലി ഞങ്ങൾ ഈ കാണുന്ന ഇവിടെ വണ്ടി ഒതുക്കി. ഞങ്ങൾ വണ്ടി ഒതുക്കിയതിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ കണ്ടോ പഴയ ഫോർഡിൻ്റെ ഒരു ട്രക്ക്. അമേരിക്കനാന്ന് തോന്നുന്നു കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ട്രക്കൊക്കെ കാണുന്നത്. ബലാബേഷ്. ഇത് 97 കാലങ്ങളിലുള്ള വണ്ടിയായിരിക്കും. അതെ, ബലാബേഷ്. ഗൈസ് നോക്കൂ, നമ്മൾ പറഞ്ഞ ഒരു കാര്യമുണ്ട് നിങ്ങളോട്. ആ സംഭവം നമ്മൾ വാക്ക് പാലിച്ചിരിക്കുന്നു. അതായത് നമ്മൾ അങ്ങനെ തുർക്കിയിലെ ഹാർബർ നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടി പോവാണ്. ഇപ്പം മീൻ കാണാം കേട്ടോ. തുർക്കി ഫിഷിംഗ് ഹാർബർ. ഗൈസ് നോക്കൂ, അതായത് നമ്മുടെ വണ്ടി അങ്ങനെ ഇവിടെ നിർത്തിയിരിക്കുകയാണ്. ഇവിടുന്ന് നമ്മൾ നേരെ ഫ്രണ്ടിലേക്ക്. ഗൈസ് നോക്കൂ, ആ മൊണാസ്ട്രിന്ന് ഓവർ സ്ട്രോങ് ആയിട്ട് സംസാരിക്കാൻ വെച്ചാൽ അവിടെ അങ്ങനെ ആരും സ്ട്രോങ് ആയിട്ട് സംസാരിക്കും ഞങ്ങൾ കണ്ടില്ല. പിന്നെ നമ്മളായിട്ട് അവിടെ കിടന്ന് ഇച്ചിരി സ്ട്രോങ് ആയിട്ട് സംസാരിക്കും. നീ എന്റെ ഇപ്പുറത്തോട് നടക്കൂ, എങ്കിലേ നിന്നെ ഈ ദൃഷ്ടി കാണത്തുള്ളൂ. നീ ഏതിലേ പോണേ? ഇറങ്ങും, പുഴയിൽ പോയി ഇറങ്ങാൻ പറ്റുമോ?
നോക്കാം. ഇതിനൊക്കെ വഴിയുണ്ടാ. ഇതുണ്ട് ക്യാമ്പിങ്. ഇവിടുത്തെ മെയിൻ സെറ്റപ്പ് ഫാമിലി ആയിട്ട് വന്നിട്ട് ക്യാമ്പിങ്. ഇതാ വഴി. ഗൈസ് ഇതിലെ തന്നെ ശ്രദ്ധിച്ച് സൂക്ഷിച്ചോ. നല്ല തണുപ്പാട്ടോ. കോട്ടിട്ട് പോകണ്ടേ. ഇതുണ്ടോ ഇവിടെ എല്ലാം ക്യാമ്പിങ്ങാണ്. ഇവരുടെ മെയിൻ സാധനമാണ് ഈ ക്യാമ്പിങ്. എന്തു രസവാ. എടാ ഇവനെ ശ്രദ്ധിക്കണേ. നോക്കൂ കാണൂ ഈ പ്രപഞ്ചം പറന്നിടുന്നു പക്ഷികൾ. எப்படி இருக்குடா தம்பி, இப்படி இருக்கு. ரொம்ப பிரமாதமா நம்ம കാഴ്ചയിലെ എല്ലാമേ പ്രമാദം അല്ലേടാ ലിബിനെ. പോയി അങ്ങ് പോകാം. അതെ ഗൈസ്, നമ്മളങ്ങനെ തുർക്കി ഹാർബർ. ഇതായത് ഈ കാണുന്നതാണ് തുർക്കിഷ് ഫ്ലാഗ്. അപ്പം ഇതിൻ്റെ സൈഡിൽ കൂടെ ഞങ്ങളിങ്ങനെ, ഇത് കൊച്ചു ബോട്ട്, ഇത് വലിയ ബോട്ട്, വലിയ കപ്പൽ പോലത്തെ ബോട്ട്, ഫുള്ള് റഡാർ സംവിധാനവും. നമ്മുടെ ഇവിടുത്തെ ബോട്ടുകൾക്ക് ഇതുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിയത്തില്ല. ഞാൻ ഇങ്ങനത്തെ റഡാർ പോലത്തെ സെറ്റപ്പ് ആയിട്ടുള്ള ബോട്ടുകളൊന്നും കണ്ടിട്ടില്ല. മാലദ്വീപ്സ് ഉണ്ടോ? നമ്മുടെ നാട്ടിലും ഉണ്ട്. ഗൈസ് ഒരു ഫ്രെയിം നോക്കിക്കേ നിങ്ങൾ. എന്ത് രസമല്ലേ. എൻ്റെ അമ്മോ, എൻ്റെ ജീവിതത്തിൽ ഞാൻ ഈ അടുത്തൊന്നും ഇത്രയും നല്ലൊരു ഫ്രെയിം കണ്ടിട്ടില്ല കേട്ടോ. എന്ത് രസമാണ്. ഞാൻ ജീവിതത്തിൽ ഇങ്ങനത്തെ ബോട്ട് കണ്ടിട്ടില്ല. റോപ്പ് വലിക്കാൻ വരെ അതിൻ്റെ അകത്ത് മറ്റേ ഇതാ പിന്നെ ക്രെയിൻ പോലത്തെ. ഗൈസ് ഇവിടെ എന്തൊരു കോട്ടയുണ്ട് കേട്ടോ. ഇത് നോക്കിയേ, അതെന്ത് കോട്ടയാ ഗൈസ്. ഇവിടെ എന്തൊക്കെയോ ഉണ്ട് കേട്ടോ. ഇനി കോസ്റ്റ് ഗാർഡിന്റെ വണ്ടിയാണോ? അല്ല, ബോട്ട് തന്നെയാ. ഏതാ ഗൈസ്? ഞങ്ങൾക്ക് കറക്റ്റായിട്ടൊന്നും അറിയത്തുന്നില്ല. ഞങ്ങൾ പറയുക അങ്ങോട്ട്. ഗൈസ് ഞങ്ങൾ പറയുന്നു, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് നോക്കാം കേട്ടോ. കാരണം ഞങ്ങൾക്ക് അറിയാവുന്ന രീതിയിലേ ഞങ്ങൾക്ക് പറയാൻ പറ്റത്തുള്ളൂ. നാട്ടിലാണ് ഒരു ബക്കറ്റ് കൊണ്ട് പോയി ഇഷ്ടം പോലെ മീൻ വെറുതെ കിട്ടിയാൽ. ഇവിടെ മീൻ വിൽക്കുന്ന സ്ഥലങ്ങളൊന്നും കാണുന്നത് എനിക്കൊന്നൊക്കെ രാവിലെ സമയങ്ങളിലാണെന്ന് തോന്നുന്നു കേട്ടോ. എന്തോ ഫ്രെയിം ഗൈസ്. ഇതുണ്ടോ വീടുകൾ നിൽക്കുന്നുണ്ടോ? നോക്കിയേ, നിങ്ങൾ ഇങ്ങനെ നോക്കിയേ. നല്ല കാലാവസ്ഥ ആയതുകൊണ്ട് ഇന്ന് നമ്മൾ രക്ഷപ്പെട്ടു. അല്ല നമ്മൾ മൂടിയ കാലാവസ്ഥയിലായിരിക്കും ഇന്ന് വീഡിയോ എടുക്കേണ്ടി വരും കേട്ടോ. ഇന്ന് നല്ല കാലാവസ്ഥ ആയതുകൊണ്ട് നല്ലതായി. ഈ ബോട്ട് ശ്രദ്ധിച്ചോ? എന്നാടാ വെള്ളത്തിന്റെ മറ്റേ മഴ വന്നു കഴിഞ്ഞാൽ അകത്ത് കയറി ഇരിക്കാൻ പറ്റുന്ന സാധനം. ഇതല്ലേ മുങ്ങിക്കപ്പൽ പോലത്തെ സാധനം. യെസ് അതിനോ ഗൈസ്. ഞങ്ങളെ ആരെങ്കിലും പിടിച്ചോണ്ട് പോവോ പിടിച്ചു വെക്കുവോ ഇതൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല. ഞങ്ങൾ അങ്ങ് വീഡിയോ എടുക്കാൻ തീരുമാനിച്ചു. ഞങ്ങൾ പ്ലാൻ ചെയ്താണ് ഇവിടുത്തെ ഒരു ഹാർബറിൻ്റെ വീഡിയോ എടുക്കണമെന്നുള്ളത്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഇടിച്ചു കയറി ഇവിടെ വന്ന് വീഡിയോ എടുക്കാവോന്നൊന്നും ചോദിച്ചു കഴിഞ്ഞാൽ അറിയത്തില്ല കേട്ടോ. നമ്മൾ പിന്നെ ഇതിൻ്റെ ഒരു ആവേശമാണല്ലോ. എന്താ രസം. നേരത്തെ ഇതൊക്കെ പാ റെഡിയാക്കുന്നാടാ. അല്ല, നേരത്തെ വല വലിക്കുന്നുണ്ടായിരുന്നു. ഈ കാണുന്നതൊക്കെ ഇവരുടെ ബോട്ടാ. ഈ ബോട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ടെങ്കിലും ഇവിടെ ഒന്നും അങ്ങനെ പ്രത്യേകിച്ച് ആരെയും കാണാനില്ല. എൻ്റെ അമ്മ കിടക്കാനുള്ള റൂം, 3 നില, സ്റ്റോർ ചെയ്യാനുള്ള സ്ഥലം. ഇനിയിപ്പോൾ യൂറോപ്പിലൊക്കെ ചെന്നാൽ ഇതിലും സെറ്റപ്പ് ആയിട്ടുള്ള ബോട്ടുകൾ കാണാം. ഞാനേ നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ ഇതുണ്ടോ എന്ന് എനിക്കറിയത്തില്ല കേട്ടോ. വീഡിയോയിൽ ആർക്കെങ്കിലും അറിയാമെങ്കിൽ പറഞ്ഞു തരണം. ഇതുണ്ടോ ഇതേപോലത്തെ റഡാർ സംവിധാനങ്ങളുള്ള ബോട്ടുകളൊക്കെ നമ്മുടെ നാട്ടിലുണ്ട്. നോക്കി ഇത് എന്നത് കപ്പൽ പോലെ ഇരിക്കുന്ന കപ്പൽ പോലെ. നമ്മുടെ അവിടെ ഈ ഫുൾ ഓട്ടോമാറ്റിക്. പിന്നെ ഈ എറണാകുളത്തു നിന്ന് മറ്റേ കടലിന്റെ ഉള്ളിലോട്ട് കൊണ്ടുപോകില്ലേ, അതിന് പോലും ഇല്ല ഇതോ സെറ്റപ്പ്. എന്താടാ ഇത്? പിന്നെ റോപ്പൊക്കെ മാത്രല്ല മിനി മറ്റേ ഇതുണ്ട് വലിക്കുന്ന സാധനം ഉണ്ട് അതിൻ്റെ അകത്ത്. നമ്മൾ ചിന്തിക്കുന്നതിന്റെ അപ്പുറം. പക്ഷെ ഏറ്റവും കൂടുതൽ കടലിൽ പണിയെടുക്കാൻ ഏറ്റവും ധൈര്യമുള്ള ആരാന്നറിയോ? ഇന്ത്യക്കാരും അതെ ബംഗ്ലാദേശും. ഇന്ത്യക്കാരുമാണ് കടലിൻ്റെ അകത്തോട്ട് ഈ ചാടിയുള്ള പരിപാടി ചെയ്യുന്നത്. ബാക്കിയെല്ലാം ലൈഫ് ജാക്കറ്റും എല്ലാ സാധനം ഇട്ടിട്ടാണ് പോകുന്നത്. അത് ശരിയാട്ടോ. നമ്മളെ ആൾക്കാരെ വെല്ലാൻ നമ്മുടെ ആൾക്കാർക്ക് മാത്രമേ പറ്റത്തുള്ളൂ. വേറെ ഒരുത്തനും നമ്മളെ വെല്ലാൻ പറ്റത്തില്ല. എന്താ വ്യൂ, എന്താ ലുക്ക്, എന്താ സൗന്ദര്യം, എന്താ ഇത്. നമുക്കേ ആരെങ്കിലും മണിയടിക്കാം. ബാ ഗൈസ്, ഞങ്ങൾ ഇതിലെ പോവാട്ടോ. തിരിച്ചല്ലാത്ത വണ്ടിയുടെ കിടന്നിടത്ത് വാട് കിടന്നിടത്ത് പൂടെ ഉണ്ടോ എന്ന് പറഞ്ഞാൽ വണ്ടി ഉണ്ടോ ദൈവത്തിനറിയാം. ഇതൊക്കെ എന്താണാവോ സാധനം. ഹായ് ഗൈസ്, ഈ ഹാർബർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ, ഈ ഹാർബർ നമ്മുടെ ഒരു നാടിൻ്റെ സംസ്കാരം മനസ്സിലാകണേൽ ഒന്ന് ഹാർബർ, 2 ലോജിസ്റ്റിക്സ്. ഈ 2 സാധനങ്ങൾ നമ്മുടെ നാടിൻ്റെ റോഡ്. അതുകൊണ്ട് പക്ഷേ ആ സംസ്കാരം, അതിൻ്റെ ഒരു ഡെവലപ്മെൻറ്റ്, അതിൻ്റെ കുതിച്ചുചാട്ടം, ഇതൊക്കെ നമുക്ക് മനസ്സിലാവും കേട്ടോ. എന്താ രസം, എന്താ അതിൻ്റെ ഒരു ഫീലിങ്. നോക്കിയേ, കിടക്കുന്ന കിടപ്പ് നോക്കിയേ. എൻ്റെ അമ്മോ, തായ്ലൻഡിൽ മദാമാർ കിടക്കുന്ന പോലെ അല്ലാണ്ടല്ലോ ഇവന്. സത്യം പറഞ്ഞ ഫ്ലൈറ്റ് പോകുന്നുണ്ടോ? പിന്നെ ഇങ്ങനെയുള്ള രാജ്യങ്ങളൊക്കെ ഫ്ലൈറ്റ് പോയി കഴിഞ്ഞാൽ ഇതേപോലെ ഇങ്ങനെയായിരിക്കും പോകുന്നത് കേട്ടോ. ഇവിടെയൊക്കെ തുർക്കിഷ് എയർലൈൻസ് ആണ് മെയിൻ. എന്താ രസം. മീൻ ബോട്ടൊക്കെ ഇത്ര സെറ്റപ്പ് എന്ന് വെച്ചാലേ നമുക്ക് വേണമെങ്കിൽ നടന്ന് ഇതിൻ്റെ മേളിൽ കൂടി ഇങ്ങനെ നടന്ന് അങ്ങ് പോകും. അവിടെ ഒരു കോട്ടയൊക്കെ ഉണ്ട്. ഇവിടെ ഒരു കിടിലം പള്ളി,
ഒരു പ്രത്യേക ഫ്രെയിമും ഒരു പ്രത്യേക ലുക്കുള്ള സ്ഥലം. ഓഹ്, കച്ചവടം സംഭവം കാണുന്നില്ല, പക്ഷെ അപ്പുറത്തെ ഒരു വലിയ ഹാർബർ. പക്ഷെ ഇത്രയും ഇതുണ്ടായിട്ട് എവനെ നമുക്ക് ഇവിടുത്തെ മീനൊന്നും കാണാൻ പറ്റുന്നില്ല, കടൽ മീൻ. നാളെ ഇന്ന് രാത്രി വണ്ടി ഓടിക്കും, അല്ലെങ്കിൽ നാളെ വണ്ടി ഓടിക്കും. കാരണം നമുക്കിന്ന് കുറേ സഞ്ചരിക്കാനുണ്ട്. അങ്ങനെയെങ്കിൽ നമ്മളൊരു ഹാർബറിൽ കയറുന്ന ഒരു പരിപാടി നമ്മൾ പ്ലാൻ ചെയ്യുന്നല്ലോ. കഥം ഇല്ല ലിബിനെ, ഇല്ല, ഇത് ലാസ്റ്റാ. നമ്മൾ വന്ന ടൗൺ നിങ്ങൾ കാണുന്നുണ്ടോ? ഇതാ ഇങ്ങനെ ഇരിക്കും നമ്മൾ വന്ന ടൗൺ. ഈ ഭാഗത്തു നിന്നാണ് നമ്മൾ വന്നത് കേട്ടോ. ദേ ഇവിടെ നിന്നാണ് നമ്മൾ വന്നത്. അത്ര വലിയ ടൗൺ കേട്ടോ. നിങ്ങൾ എത്രത്തോളം റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. ഡ്രോൺ പറത്താൻ പറ്റത്തില്ല കേട്ടോ. ഇവിടെ എയർപോർട്ടുണ്ട്. എയർപോർട്ടുള്ളതുകൊണ്ട് അതൊന്നും പരിപാടി നടക്കൂല. എന്താ രസം. ദേ ഇത് മറ്റേ സിഗ്നൽ കൊടുക്കുന്ന പണ്ടത്തെ ലൈറ്റ് ഹൗസ് ആണെന്ന് തോന്നുന്നു. പക്ഷേ നമ്മുടെ നാട്ടിലെ വലുത് ആണോ? ഇത് കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല ഗൈസ്. എന്താ ലുക്ക്. എന്നാലും നമ്മുടെ നാട്ടിലൊക്കെ നേവിയുടെ കപ്പലിലെ പോലെ ഇല്ലേ മീൻ ബോട്ട്? കോസ്റ്റ് ഗാർഡിന്റെ. കോസ്റ്റ് ഗാർഡിന്റെ. എൻ്റെ അമ്മോ, എന്താ സാധനങ്ങൾ. നമുക്ക് ഇതുണ്ടോ, ആ ഹൈവേ ഉണ്ടോ? ആ ഹൈവേ കൂടിയാണ് നമുക്ക് പോകേണ്ടത്. അപ്പോഴാണ് ഞങ്ങളിത് കണ്ടത്. പോവാ ലിബിയെ? ഒരു ബോട്ടിന്റെ ഒക്കെ ഇപ്പൊ നോക്കിയ ജങ്കാറോ, ഇതെന്താ സംഭവം അല്ലേ? ഇതാ ഒരു ബോട്ട് അവിടെ തൊട്ട് ഇവിടം വരെ ഉണ്ട് ഗൈസ്. അതായത് നമുക്കിനിയും ഏതാണ്ട് 7-8 മണിക്കൂർ കുപ്പിച്ചിലുണ്ട്. എല്ലായിടത്തും കൗട്ടത്ത് ഉണ്ടാവും കേട്ടോ. കൗട്ട ഇവിടെയുള്ള അത്യാവശ്യം ആൾക്കാരൊക്കെ മദ്യം അടിക്കുന്നവരൊക്കെ കേട്ടോ. അങ്ങനെയാണ് ഞങ്ങൾക്ക് കണ്ടപ്പോഴൊക്കെ മനസ്സിലായി. എത്രയോ പേഴ്സൻ്റേജ് ആൾക്കാർ ഇവിടെ മദ്യപിക്കും, മദ്യം കുടിക്കും. ഇനി നമുക്ക് കാര്യം പറയാം. അതായത് എല്ലാവരും ഇല്ല, നമുക്ക് ഒരു 5%, 10% ഒരു 3-4 വാട്ടർഫോൾസ് അടുപ്പിച്ചുള്ള ഒരു പ്ലേസ് ഉണ്ട്. നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്. നാളെ കഴിഞ്ഞൊക്കെ നല്ല ക്ലൈമറ്റ് ഉള്ളൂ. അപ്പം അപ്രകാരം നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. അവിടെ ചെന്നിട്ട് നമ്മൾ ഇവിടുന്ന് അപ്രോക്സിമേറ്റ് ഒരു ഇത് പിടിച്ചാൽ ഇവിടെ ഒരു എത്രയാണെന്ന് ഞാൻ പറഞ്ഞു കൊടുക്കട്ടെ. എത്രയാടാ? എത്രയാ? യുനോ 6 hours എന്ന് പറയുമ്പോൾ എനിക്ക് 10-300-400 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. അത്ര ദൂരം ഉണ്ടാവും. ഓടിച്ച് തീർക്കാതെ ഒന്ന് ഇന്നോ അല്ലേ നാളെ, അങ്ങനെയാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തത്. അങ്ങോട്ട് കിടക്കാം. സ്റ്റാർട്ട് ആക്കിയിട്ടുണ്ട് എഞ്ചിൻ. അതാ ഇല്ലേടാ. ഇതാ സംഭവം വേറെ മൂഡ് സംഭവം കേട്ടോ. കപ്പിത്താനോ? കപ്പിത്താൻ ബ്രോക്കി മിഷീലി. ഇത് വെള്ളം ചീറ്റുമായിട്ട്. ഇത് നോക്കി. റോപ്പ് വലിക്കുന്നിടത്ത് ചെല്ലല്ലേ. റിസ്ക്കാ. റോപ്പ് പൊട്ടിക്കഴിഞ്ഞാണ്ടല്ലോ ട്രൗസർ കയറിപ്പോകുന്നു. ഇത് റോപ്പ് ഒരു സെറ്റപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. എന്താ അതിൻ്റെ ഒരു ഭംഗി, എന്താ അതിൻ്റെ ഒരു ആസ്വാദനം. പോവാനിപ്പിയേ 3 ഇങ്ങനെ കിടക്കുന്ന നോക്കി. നമ്മുടെ വണ്ടി ബസ് സ്റ്റാൻഡിലൊക്കെ ബസ് ഇങ്ങനെ അടുപ്പിച്ച് പാർക്ക് ചെയ്താക്കുന്ന പോലെ. പോവല്ലേ പിന്നെ വാടാ ഗൈസ്. ഞങ്ങൾ പോവാ കേട്ടോ. ഞങ്ങളെ ഇന്ന് പോകണോ നാളെ പോകണോ എന്നുള്ള പ്ലാൻ ചെയ്യുകയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ്റർനെറ്റ് ഇവിടെ ഭയങ്കര എക്സ്പെൻസീവാണ് സുഹൃത്തുക്കളെ. ഇറ്റ് ഈസ് വെരി ഹയർ. ഞങ്ങളിപ്പം 2 eSIM മേടിച്ചു. ഇവിടുത്തെ തുർക്ക്മെനിസ്ഥാൻ്റെ സിം മേടിച്ചു. ഈ സിം അൺലിമിറ്റഡ് എടുത്ത കേട്ടോ. ഇതിൽ കൂടുതൽ ഇനി ഒരു പെടൽ വിടാനില്ല. 1 GB ഒരു ദിവസം 1.5 GB കഴിഞ്ഞാൽ പിന്നെ 500 kbs കിട്ടത്തുള്ളൂ സ്പീഡ്. വാട്ട് വിൽ ഡു? യു നോ അണ്ടർസ്റ്റാൻഡ് മീ മൈ സിറ്റുവേഷൻ. ഇൻ്റർനെറ്റ് ഈസ് എ വെരി എക്സ്പെൻസീവ്. 50 GB ജിഗാബൈറ്റ് 1800-2000 രൂപ. നമ്മളൊക്കെ എന്ത് ഭാഗ്യവാന്മാരല്ലേ. എൻ്റെ അമ്മ. ജോർജിയൻ ചീപ്പാട്ടോ. ജോർജിയ ചീപ്പാണ്. ജോർജിയ ഇന്റർനെറ്റിൽ ഭയങ്കര ചീപ്പാണ്. ചൈന ചീപ്പാണ്. അതെ അല്ലേ? അതെ ഗൈസ്. എന്തായാലും ഈ ഒരു ഫ്രെയിമിനോട് ഈ ഒരു ഹാർബറിനോടും വിട പറഞ്ഞ് നേരെ പോവാണ്. എന്നാലും ഒരു ഹാർബറൊക്കെ ഇത്ര വൃത്തിക്ക് സൂക്ഷിക്കാന്ന് വെച്ചാൽ സമ്മതിക്കണമല്ലേ. ഇതൊക്കെ ചെറിയ വല്ല പള്ളത്തിനെ പിടിക്കാൻ പോകുന്നോ വല്ല ചെറിയ പരിപാടിക്ക് പോകുന്ന സാധനം. പള്ളത്തിയൊന്നും കടലില്ലേ എന്നെ പറയുന്നത്. പിന്നെ കൊഴുവ കിട്ടും. അങ്ങനെ വല്ലതും പിടിക്കാൻ പോകുന്നതൊക്കെ ആയിരിക്കും കേട്ടോ. യു നോ ഐ ആം ഗോയിങ് ടു മൈ ഹോം. കം ഓൺ ഗൈസ്. നോക്കൂ, ഉപ്പ് വാരി വെതറി പോലെ വീടുകൾ കിടക്കുന്നത്. എന്താ രസം. ഈ ഭാഗത്തുനിന്ന് നമ്മൾ വന്നേ വമ്പൻ ഡൗൺ കേട്ടോ. അത് അതിൻ്റെ പേര് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതിന് ഗൂഗിൾ ട്രാൻസാക്ഷൻ വേണം. ഇത് ഇവിടുന്ന് ഒരു കപ്പൽ വരുന്നതാ. കപ്പലാണോ ബോട്ടാണോ? മീനുണ്ടോ? ഒരു ബോട്ടാട്ടോ. അതിങ്ങോട്ട് അടുക്കുമായിരുന്നു. യെസ്, നമുക്ക് ഫൈനലി വണ്ടി എടുത്തിട്ട് കയറാം കേട്ടോ. നല്ല തണുപ്പാണ്. ഒരാവേശത്തിന് കൂട്ടും സാധനമൊന്നും ഇല്ലാതെ ഇറങ്ങിയതാ. ലാർജ് മേടിച്ചാട്ടോ. ഇതിപ്പം കപ്പൂച്ചേച്ചന്മാരുടെ മറ്റേ ലോഹ പോലെയായി. അല്ലല്ലോ പിന്നെ. അത് നമ്മുടെ തടി പോയവനെ. തടിയൊക്കെ പോയി. പാൻ്റൊക്കെ ഇങ്ങെത്തി.
എല്ലാം ടൈറ്റായിരുന്നല്ലോ അവൻ്റെ കഥം കഥം. ഫുൾ കഥം. യെസ്, വണ്ടി ഇവിടെ സ്റ്റാർട്ടാക്കി ഇട്ടിട്ടാണ് പോയേ. ഇന്ന് ഞങ്ങൾ കുറച്ച് നേരം AC ഇട്ടു കേട്ടോ. ഇന്ന് ഞങ്ങൾ കുറച്ച് നേരം AC സാധനമൊക്കെ ഇട്ടു. ഓക്കെയാണ്, 2 AC സക്സസ് ആട്ടോ. കയറിയേക്കാം പോയേക്കാം. താക്കോല് നിന്റെ കയ്യില. ഒന്നല്ല, ഫോർഡിന് വണ്ടി എന്ത് രസമല്ലേ. ഈ പണ്ടത്തെ പോലെ ഇപ്പം വണ്ടി ഇറക്കാൻ പറ്റുമെങ്കിൽ എന്ത് നല്ലായിരുന്നല്ലേ. അതെ ഗൈസ്, തുർക്കിയിൽ എക്സ്പെൻസ് കുറവാന്ന് ആരും ചിന്തിക്കണ്ട കേട്ടോ. നല്ല ചിലവൊക്കെ ഉണ്ട്. നമുക്കിപ്പോൾ ഇത്രയും ദിവസം കൊണ്ട് തന്നെ നല്ല പൈസ ചിലവായി. 471 കിലോമീറ്റർ 6 മണിക്കൂർ. ദേ ഓടിച്ചങ്ങ് പിടിച്ചാലോ. ഓടിച്ചു പിടിക്കാം. ഇനി അങ്ങോട്ട് ചെല്ലുമ്പോൾ തന്നെ എക്സ്പെൻസ് ഇങ്ങനെ താരിഫ് ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കും. അമേരിക്ക പ്രഖ്യാപിച്ച താരിഫ് പോലെ ഉണ്ടാവും. യെസ് ഗൈസ്, നമുക്കിനിയും ഈ ഒരു സ്ഥലം, വേറൊരു സ്ഥലം, പിന്നെ വേറൊരു സ്ഥലം, പിന്നെ വേറൊരു സ്ഥലം, മൊത്തം എത്ര സ്ഥലം? അത്രയും സ്ഥലമാണ്. ഇനി നമുക്ക് ഏകദേശം 36 രാജ്യം കൂടെ പാസ് ചെയ്യാണ്ടല്ലേ ഇവനെ. യെസ്, നമുക്ക് പോവാം. യൂറോപ്പിലോട്ട് എല്ലാ റീജിയനെയും കയറിയിട്ട് വേണം നമുക്ക് പോകാൻ വേണ്ടി അല്ലേ. ഗൈസ് നോക്കൂ, നമ്മളങ്ങനെ ഫൈനലി വണ്ടി ഓടിക്കൽ തുടങ്ങിയിരിക്കുകയാണ്. ചിലപ്പോൾ ഇന്ന് രാത്രി മൊത്തം ഇരുന്ന് ഓടിക്കും. ഒരു 12 മണി വരെ ഓടിക്കാമല്ലോ. ആ 12 മണി വരെ ഓടിച്ച് പരമാവധി ഞങ്ങൾ അടുപ്പിച്ചിടാൻ പറ്റുമെങ്കിൽ അടുപ്പിച്ചിടും കേട്ടോ. അല്ലെങ്കിൽ 2-3 കണ്ടന്റ് പിന്നെ ഓട്ടവും പിടിച്ചോ മാത്രമായിപ്പോൾ. അതുകൊണ്ട് ഈ കാണുന്ന വഴി കൂടെ ഞങ്ങൾ വെച്ച് അലക്കി ഫ്രണ്ടിലേക്ക് പോകണം. നാളെ ഏതെങ്കിലും വണ്ടി എടുക്കാൻ പറ്റൂല. അതെ, അപ്പൊ അതനുസരിച്ചുള്ള സ്ഥലത്ത് കൊണ്ട് കിട്ടണം വണ്ടി. യെസ്, 420 കിലോമീറ്റർ നമുക്ക് ഓടാനുണ്ട് കേട്ടോ. രാത്രിയായി, ഞങ്ങൾ പരമാവധി ഓടിക്കാൻ പറ്റുന്നത്ര ഓടിച്ചു. ഫൈനലി ഞങ്ങൾ ഈ കാണുന്ന ഇവിടെ വണ്ടി ഒതുക്കി. ഷെല്ലിൻ്റെ മുമ്പാണ്. നാളെ ടോയ്ലറ്റിൽ പോകാനും ഫ്രഷ് ആകാനൊക്കെ പറ്റും. ഇവിടെ വണ്ടി ഒതുക്കി ഇവിടെ കിടന്നുറങ്ങാമെന്ന് ഞങ്ങളങ്ങ് തീരുമാനിച്ചു സുഹൃത്തുക്കളെ. ഇത് നമുക്ക് പറ്റിയ ഏരിയ ആണെന്ന് തോന്നുന്നു കേട്ടോ. പോലീസൊന്നും പിടിച്ചില്ലല്ലോ. ഇവിടെ എന്തോ വലിയ കമ്പനിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നാളെ ബാത്റൂമും ഷെല്ലിലും ആവാം. ഷെല്ലാണുള്ളതിൽ തമ്മിൽ ഭേദം തൊമ്മൻ. ഐസ് നോക്കൂ, ഫൈനലി ഞങ്ങൾ വണ്ടിയിൽ കയറി കിടക്കാൻ പോകണം. ഇനിയൊക്കെയാണ് ഇതിൻ്റെ ഉപയോഗമൊക്കെ വരാൻ പോകുന്നത്. യെസ് ഗൈസ്, നാളെ നമ്മൾ കിട്ടിയുള്ള ഒരു സ്ഥലത്തോട് പോകും. സോറി, നാളെ നമുക്ക് റെസ്റ്റാണ്. അതതിൻ്റെ എന്തോ സെൻസറാ. അപ്പം വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടിരിക്കും. ഗുഡ് ബൈ. ബൈ.